Good morning, everyone. നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ്റെ 2 ഘട്ടങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് വന്ന എൻക്വയറികളിൽ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്. മെയിൻസ് എക്സാമിനെ നിങ്ങൾക്കറിയാം 2 പേപ്പറുകളുണ്ട് അല്ലേ? പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അതിൽ പേപ്പർ 2-നെയാണ് നമ്മളെല്ലാവരും സ്പെഷ്യൽ ടോപ്പിക് എന്ന് വിളിക്കാറുള്ളത്. ഈ പേപ്പർ 2 എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് കുറച്ച് വ്യത്യസ്തമാണ്. സാധാരണ PSCയുടെ സിലബസ് അല്ല. അതിന് പകരമായി നമ്മൾക്ക് ഏത് ജോലിയാണ്, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ആളുകൾ ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും ഏത് തരത്തിലുള്ള ജോബിലേക്കാണ് കയറാനായിട്ട് പോകുന്നത്? അത് വളരെ കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആയിട്ട്, അല്ല അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആണ്. സോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നീ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള, നിങ്ങൾ അവിടെ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും മറ്റും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കുറേയധികം വിഷയങ്ങളാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിങ്ങൾ ഓൾറെഡി പരിചിതമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ജ്ഞാനം നേടി അതിനെക്കുറിച്ച് പരീക്ഷ എഴുതി അതിൽ നല്ല പെർഫോമൻസ് നടത്തുന്ന ആളുകൾ എങ്ങോട്ട് പോവുകയാണ്? ജോലി കിട്ടാനായിട്ട് പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്കറിയാം പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് അല്ലെ, അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്സിന്റെ ഭാഗങ്ങളുണ്ട്, കേരള എക്കണോമി, കേരള മോഡൽ ഡെവലപ്മെന്റ് അതിൽ വരുന്നുണ്ട്, എൻവയോൺമെന്റും ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ഗവേണൻസും വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ ഭാഗങ്ങളെല്ലാമാണ് മോഡ്യൂളുകളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സിലബസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. എന്തെല്ലാമാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉണ്ടാകുമ്പോഴാണ് ഏതെല്ലാം സോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഏതെല്ലാം കാര്യങ്ങൾ പഠിക്കരുത് അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വെറുതെ അനാവശ്യമായിട്ട് പഠിച്ച് സമയം കളയുക എന്നുള്ളത്. പഠിച്ച് സമയം കളയേണ്ടതില്ല എന്നെന്ത് ചെയ്യുക, ചില കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പിക്കേണ്ടതുമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യുക, നമുക്ക് ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. നിങ്ങൾക്ക് വളരെ തറോ ആയിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കണം? ഓക്കെ, ഇന്ന കാര്യങ്ങളാണ് പേപ്പർ 2 എന്ന് ആലോചിക്കുമ്പോൾ ഇനി എന്തൊക്കെയോ പഠിക്കാനുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നരുത്. എന്ത് പഠിക്കാനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇത് ചെയ്യണം, മനസ്സിലാക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത്. രണ്ടാമതൊരു കാര്യം, സ്റ്റഡി പ്ലാൻ നമ്മൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അത് നമ്മൾ അതിന്റെ പണിപ്പുരയിലാണ്. വളരെ കൃത്യമായ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ തരുന്നത്. ആ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ദിവസങ്ങൾ ഉണ്ടാകും. അതിനുശേഷം ഒരു പരീക്ഷ വരും, പിന്നെയും പഠിക്കുക, പരീക്ഷ, പിന്നെ ഈ 2 മൊത്തം പോർഷൻ ചേർത്തൊരു പരീക്ഷ ചിലപ്പോൾ ഉണ്ടാകും. അതിൻ്റെ ഓരോ ഡിസൈനുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ തരുന്നതും ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഈ 2 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്ത് പോകാം. കൂട്ടത്തിൽ നിങ്ങളോട് പറയണം, പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് തോന്നുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, പറയുന്നതായിരിക്കും. LSGI എക്സാമിനേഷൻ ആണ് ഇതിനു മുമ്പ് വളരെ പ്രധാനമായിട്ടും നടന്നൊരു മെയിൻസ് എക്സാമിനേഷൻ ഡിഗ്രി തലത്തിൽ. LSGI എക്സാമിനേഷനിലെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ചില ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടേക്ക് എടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഇപ്രാവശ്യത്തെ ഈ ഒരു LSGIയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വന്ന ചോദ്യങ്ങൾ വളരെ സ്കാറ്റേർഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊന്ന് പരിഗണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്, എങ്ങനെയായിരിക്കും സ്പെഷ്യൽ ടോപ്പിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൽ വരിക എന്നതും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. 3 കാര്യങ്ങളും സ്പെഷ്യൽ ടോപ്പിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ഏറ്റവും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോവുമായിട്ട് വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നോക്കൂ, അപ്പൊ നമ്മൾ കാണാനായിട്ട് പോകുന്ന കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഹൗ ടു പ്രിപ്പയർ, വാട്ട് ടു സ്റ്റഡി ആൻഡ് വേർ ദ സോഴ്സസ് ആർ. എവിടെയാണ് ഈ സോഴ്സുകളെല്ലാം കിടക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ വേഗത്തിൽ ഒന്ന് നോക്കിപ്പോയാലോ? വരും, നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇനി ഫർദർ ആയിട്ടുള്ള ഇനി ഏതെങ്കിലും അപ്ഡേറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ വരാം. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, നമ്മൾ അക്കാഡമിക്സ് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് PSC മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ട് വളരെ കുറച്ച് സമയമേ ആകുന്നുള്ളൂ. നിങ്ങൾക്ക് ആ ചാനലിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ, മെയിൻ ചാനൽ മാത്രമല്ല, നമുക്കൊരു PSC ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചാനൽ അതിലുണ്ട്. വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നമ്മളുടെ ഡീറ്റെയിൽസും ബാക്കി വീഡിയോകളും മറ്റ് അപ്ഡേറ്റുകളും ഡോക്യുമെന്റുകളും ഒക്കെ നിങ്ങൾക്ക് അവിടെ PDF-കളൊക്കെ കിട്ടാവുന്നത് ഇവിടെ നിന്നായിരിക്കും. ഓക്കെ, റൈറ്റ്.
ഇനി മെയിൻസ് എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് സെപ്റ്റംബർ 27, 2025 എന്നതാണ്. സോ സെപ്റ്റംബർ 27 ആയിരിക്കും ഇതിന്റെ മെയിൻസ് എക്സാമിനേഷൻ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷന്റെ മെയിൻസ് എക്സാമിനേഷൻ. അപ്പോൾ ഇനി നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇവിടെ ഞാൻ ഇത്ര ദിവസം എന്ന് കൊടുത്തിട്ടില്ല. നിങ്ങൾ പ്രിലിംസ് എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ ഇനി നമുക്ക് മെയിൻസ് എന്തൊക്കെ ചെയ്യണമെന്ന കൺഫ്യൂഷനിലായിരിക്കും. സോ ഈ കൺഫ്യൂഷൻ ഒരു പരിധിവരെ ഇന്നത്തെ ഈ വീഡിയോ കഴിയുമ്പോൾ പേപ്പർ 2 എന്ത് പഠിക്കണം എന്നൊരു കൃത്യമായ അണ്ടർസ്റ്റാൻഡിംഗ് ആകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ഭാരം നിങ്ങളുടെ തോളിൽ നിന്ന് ഇറക്കി വെക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ തയ്യാറാകുമ്പോൾ ഇവിടെ എഴുതുക എത്ര ദിവസം, ഇനിയിപ്പോൾ 85 ദിവസം ഉണ്ട്, 85 ദിവസം ഞാൻ എന്തെല്ലാം പഠിക്കണം, ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. എത്ര ദിവസം എന്നുള്ളത് നമ്മുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഡേയ്സ് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനിലേക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര ദിവസം സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞ് നമ്മൾ നിങ്ങളോട് നേരത്തെ പറയും. ആ ദിവസങ്ങൾ കൊണ്ട് ദ ഹോൾ സിലബസ് തീർക്കുക എന്നതായിരിക്കും നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഡേയ്സ്, നമ്പർ ഓഫ് ഡേയ്സ് നിങ്ങളുടെ തലച്ചോറിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എൻറ്റർ ചെയ്തിരിക്കണം. അതൊരിക്കലും മറക്കരുത്. ഓരോ ദിവസവും എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണം, ഓക്കെ ഇനി ഇത്ര ദിവസമാണുള്ളത്. അത് നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റിന്റെ ഉള്ളിൽ നിങ്ങളുടെ നമ്പർ കാണുക എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ദിവസത്തിന്റെ കാൽക്കുലേഷൻ തറോ ആയിട്ടുണ്ടാകണം. നമ്മൾ ദിവസം വെച്ചാണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡ് തിങ്, നോ യുവർ സിലബസ്. പലപ്പോഴും വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സിലബസ് മനസ്സിലാക്കാതെ പഠിക്കലാണ്. സിലബസ് മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വായിക്കുക എന്ന് മാത്രമല്ല, അത് വായിച്ച് ഓക്കെ ഇത് ഇന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകും, ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് അപ്പം എനിക്ക് പഠിക്കാം, ഈ ഒരു ഐഡിയ ഉണ്ടാക്കണം. നിങ്ങൾ സിലബസ് പഠിക്കാൻ 2 ദിവസമോ 3 ദിവസമോ കളയണം. അതെന്ന് വെച്ചാൽ വായിച്ചുകൊണ്ടിരിക്കുകയല്ല, ആ ടോപ്പിക്ക് നോക്കുന്നു. നിങ്ങൾക്കതിൽ കുറേ ടോപ്പിക്കുകൾ ഓൾറെഡി നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് നിങ്ങൾക്ക് കുറേ ഐഡിയ കിട്ടുന്ന ടോപ്പിക്കുകൾ. ഇപ്പൊ എൻവയോൺമെന്റ് എടുക്കുകയാണ്, അതിൽ നമുക്ക് എന്തുണ്ട്, ഒരുപാട് പ്രധാനപ്പെട്ട UN ആണെങ്കിലോ അല്ല എന്നുണ്ടെങ്കിലോ ഉള്ള ഒരുപാട് സംഘടനകളും അവരുടെ പ്രകൃതി സംരക്ഷണം, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ മീറ്റിങ്ങുകൾ അതെല്ലാം ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് COPs നമുക്കറിയാം അല്ലെ, കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിന്റെ ആണെങ്കിലും മറ്റുള്ള കോൺഫറൻസുകളുടെ ആണെങ്കിലും കൗൺസിൽ ഓഫ് പാർട്ടീസ് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ പല സ്ഥലത്ത് ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ഭാഗങ്ങൾ സിലബസിൽ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഭാഗങ്ങൾ ഓൾറെഡി അറിഞ്ഞു വെച്ചാൽ, നിങ്ങൾ അങ്ങനെ സിലബസ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കറിയും ഇത്ര കാര്യം എനിക്ക് ഓൾറെഡി എന്താണ് ഒരു ഐഡിയ ഉണ്ട്, ഒട്ടും അറിയാത്തത് ഇത്ര ഭാഗങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ നിങ്ങൾ ചെയ്യുന്നത്, സിലബസ് അറിയുമ്പോൾ നിങ്ങൾ മൊത്തത്തിൽ നമ്മളൊരു 3R ഫോർമുല എന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നിങ്ങളൊരു എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് വെൻ യു ആർ ഗോയിങ് ടു റൈറ്റ് ആൻ എക്സാമിനേഷൻ യു യൂസ് ദിസ് 3R ഫോർമുല എന്ന് വെച്ചിട്ട് നമ്മളൊരു എന്താ പറയുക, എല്ലാം എഴുതരുത് എന്ന് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലെ. അതിനുശേഷം ഒരുപാട് സംശയങ്ങൾ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളെ കുറിച്ചും. അപ്പൊ ഈ 3R ഫോർമുല പോലെ തന്നെ നമുക്ക് പഠിക്കാനും ചെയ്യാം. ഇതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് 3 ഡിവൈഡ് ചെയ്താലോ, പഠിക്കാനുള്ള സിലബസിനെ 3 ഡിവൈഡ് ചെയ്താലോ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഒന്നും നമുക്ക് എന്താ പറയുക, നമുക്ക് ഓൾറെഡി വളരെ ക്ലിയർ ഐഡിയ ഉള്ള എന്താ പറയുക കുറെ കാര്യങ്ങൾ ഉണ്ടാകാം അല്ലെ. ഇപ്പൊ നമുക്ക് പേപ്പർ 1 നമ്മൾ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതിൽ പേപ്പർ 1 നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കില്ല. കാരണം എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 2 മോഡ്യൂളുകൾ എവിടെയുണ്ട്, നമുക്ക് പേപ്പർ 2 സ്പെഷ്യൽ ടോപ്പിക്കലുണ്ട്. അപ്പോൾ പേപ്പർ 2 നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറെ ഭാഗം നമുക്ക് ഓൾറെഡി അറിയാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലാവുന്നതോ? അപ്പൊ ക്ലിയർ ആയിട്ടുള്ള കുറെ ഭാഗം ഈ 2 പേപ്പറുകളിൽ ഓൾറെഡി ഉണ്ട്. ഇനി മറ്റ് പരീക്ഷകൾക്ക് ഇതിനു മുമ്പേ ഗവേണൻസ് പഠിച്ച ആളുകളാണ് എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ തവണത്തെ ഗവേണൻസ് അതുലിന്റെ എന്താ പറയുക, അതിലാണ് നമ്മുടെ ഗവേണൻസ് എടുക്കാറുള്ളത്. കേരള മോഡൽ എന്താ പറയുക കാര്യങ്ങളും അതിലാണ് എടുക്കാറുള്ളത്. ഗവേണൻസിന്റെ ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, LSD എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ പഠിപ്പിച്ചത് അതുപോലെയാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ടായിരുന്നു LSDA മെയിൻസിലും. അപ്പൊ അതേ ഗവേണൻസ് കോഴ്സ്, LSDAയുടെ കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, സെയിം സിലബസ് ആണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടി അപ്ഡേറ്റ് ആയിട്ടുള്ള എക്സ്ട്രാ ആയിട്ട് തരും. പക്ഷെ അതേ കോഴ്സ് ഞങ്ങൾ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. സോ ദാറ്റ് അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ത് ചെയ്യുകയാണ് നമ്മൾ വെറുതെ തുടക്കത്തിൽ LSDA എന്ന് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എന്താണ്, എക്സാക്ട് സെയിം കോഴ്സ് ആണ്, എക്സാക്ട് സെയിം സിലബസ് ആണ് അവിടെ കിടക്കുന്നത്, ചില വ്യത്യാസങ്ങൾ മാത്രം. അപ്പൊ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് തരാതെ വെറുതെ റിപ്പീറ്റ് ചെയ്തിട്ട് അതേ വാചകങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. സോ ആ കോഴ്സ് നമ്മൾ നിങ്ങൾക്ക് അതുപോലെ കോഴ്സിൽ അവൈലബിൾ ആക്കും ഗവേണൻസ്. പിന്നെ എന്ത് ചെയ്യും, എക്സ്ട്രാ കാര്യങ്ങൾ കൂടി നമ്മൾ തരും. അപ്പൊ ഈ ഗവേണൻസും ചിലപ്പോൾ ചിലർക്ക് ഫെമിലിയർ, ഇത് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ചിലർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കില്ല, ചിലപ്പോൾ പബാഡ് നല്ലപോലെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നല്ലപോലെ അറിയുന്ന ഒരാളുണ്ടാവും ചിലപ്പോൾ. അപ്പൊ അവർക്ക് ആ 2 പേപ്പറുകൾ എന്ത് ചെയ്യാം, ഈ ക്ലിയർ ആണ് എന്ന് തോന്നുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാം, മാറ്റുക. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവേണൻസ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾക്ക് എന്താണ് ക്ലിയർ ആണ് എന്നുള്ള ഒരു എന്ത് ചെയ്യുക, ഒരു പട്ടിക ഉണ്ടാക്കുക. തൊട്ടപ്പുറത്ത് ഒരെണ്ണം എന്ത് ചെയ്യുക, ഫെമിലിയർ. ക്ലിയർ ആണോ? അല്ല.
പക്ഷെ ഫെമിലിയറാ, കുറച്ച് അധികം പാടുപെടേണ്ടി വരില്ല അല്ലെ. അപ്പൊ ഇതെന്താണ്, ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലത്ത് ചില ഭാഗം ഇപ്പൊ എൻവയോൺമെന്റ് റിലേറ്റഡ് കുറെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറെ കൗൺസിൽ ഓഫ് പാർട്ടീസ് ആണെങ്കിലോ അല്ലെങ്കിൽ ചില മൃഗങ്ങളെ സംരക്ഷിക്കുന്ന പ്രൊജക്ടുകളാണ് എന്നുണ്ടെങ്കിലോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിലേറ്റഡ് കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേരള ഗവൺമെന്റിന്റെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഫെമിലിയർ ആണ്, ഓക്കെ, അപ്പൊ അതെടുക്കാം. ഇനി പേപ്പർ 2 ചിലപ്പോൾ എന്തുണ്ടാകും, വളരെ പുതിയ ന്യൂ ആയിട്ടുള്ള ചില ഭാഗങ്ങൾ, നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഭാഗങ്ങൾ ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു പേപ്പറിൽ ഒരു A4 ഷീറ്റിൽ ഒരു 3 ഷീറ്റ് ഉണ്ടാക്കി വെക്കുക. സിലബസ് മുഴുവൻ നോക്കി ഇത് ചെയ്യാൻ നിങ്ങൾ 1 ദിവസമോ 2 ദിവസമോ ധൈര്യമായി കളഞ്ഞോളൂ, ഒരു പ്രശ്നവുമില്ല. ഇത് ചെയ്തതിന്റെ എഫക്റ്റ് നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്തു, അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് അത് അറിയാൻ പോകുന്നത് നിങ്ങൾ എക്സാം എഴുതുന്ന ദിവസമായിരിക്കും. കാരണം ഈ രീതിയിൽ നിങ്ങൾ ക്ലിയർ ഐഡിയ ഉണ്ടാക്കിയിട്ട് പഠിച്ചു തുടങ്ങിയാലുണ്ടല്ലോ, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്ര നിങ്ങൾ പഠിച്ചു തീർത്തു. കാരണം ഫെമിലിയർ ആയിട്ടുള്ളത് മാത്രം ഇരുന്ന് തുടർച്ചയായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു 5 ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും. ഈ പട്ടിക നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങൾ എഴുതി ഉണ്ടാക്കിയപ്പോൾ അയ്യോ ടഫ് ആയിട്ടുള്ളത് അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. കാരണം ടഫ് ആയിട്ടുള്ളത് മുഴുവൻ വിട്ടു പോകാൻ പറ്റില്ല, അതും പഠിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക. സോ നോ യുവർ സിലബസ്. ഇനി ഇതിനു ശേഷം ചെയ്തു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ആ സിലബസിൽ നിങ്ങളുടെ ഭാഗങ്ങൾ പറഞ്ഞു തരാനാണ് ഞാൻ പോകുന്നത്. ഓക്കെ, ഇനി അവസാനം നമ്മൾ എന്താണ്, സ്റ്റഡി പ്ലാനിന്റെ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് വീഡിയോ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സ്റ്റഡി പ്ലാൻ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, സ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്റ്റഡി പ്ലാൻ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തരുന്നത് ആയിരിക്കും. ഓക്കെ ആണല്ലോ, റൈറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് വേഗത്തിൽ പോകാം. ഇനി ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ സാധിക്കണം. നമ്മൾ നിങ്ങൾക്ക് തരുന്നത് എന്താണ്, ഒരു എന്ത് ചെയ്യുകയാണ്, നമ്മളൊരു സ്കെൽട്ടൺ നിങ്ങൾക്ക് തരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു രൂപം നിങ്ങൾക്ക് തരികയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, സബ്ജക്റ്റുകൾ ഏതൊക്കെ പഠിക്കണം, ഡേറ്റുകൾ ഏതൊക്കെ എന്നെല്ലാം തന്നിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ചെറിയ ചെറിയ ഇംപ്രവൈസേഷൻസ് വരുത്തണമെങ്കിൽ നിങ്ങൾ വരുത്തണം. കാരണം പഠനം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ ഹൈലി ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ഒരു വ്യക്തി, നിങ്ങൾ 2 പേരും അടുത്തടുത്ത കൂട്ടുകാരാണ്, ഒരുമിച്ചാണ് ഇരുന്ന് പഠിക്കുന്നത്, എന്നാൽ പോലും നിങ്ങൾ 2 പേരും പഠിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഹൈലി ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്, വ്യക്തിപരമാണ് പഠനം എന്നുള്ളത് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അതനുസരിച്ചുള്ള കുഞ്ഞു മാറ്റങ്ങൾ പോകെ നിങ്ങൾ വരുത്തുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരിക്കലും നിങ്ങൾ ഈ എക്സാം എഴുതി മെയിൻസ് എന്താ പറയുക ക്ലിയർ ചെയ്ത് അവസാനം റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്ന നിമിഷം പോലും നമ്മൾ ഒരിക്കലും അവകാശപ്പെടില്ല, ഞങ്ങൾ കാരണം നിങ്ങൾ എന്ത് ചെയ്തു ഇത് കിട്ടിയെന്ന് നമ്മൾ ഒരിക്കലും അവകാശപ്പെടില്ല. കാരണം ഇറ്റ് ഈസ് ഓൾ ഓൺ യു. നമ്മൾ ഈ കൊടുക്കുന്നത് എല്ലാവർക്കുമാണ്. അവസാനം നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ കയറുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കഴിവാണ്. എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. റൈറ്റ്. ഇനി നമ്മൾ നിങ്ങൾക്ക് തരുന്ന 2 കോഴ്സുകൾ എന്ന് പറയുന്നത്, ഒന്ന് മെയിൻസ് ബാച്ച് ആണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മെയിൻസ് ബാച്ച് ആണ്. അതിൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം രണ്ടും കവർ ചെയ്യുന്നതായിരിക്കും ഈ മെയിൻസ് ബാച്ച് എന്ന് പറയുന്നത്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ ഭാഗങ്ങൾ എന്ത് ചെയ്യും, അതിൽ ആഡ് ചെയ്യപ്പെടും. ഇതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സയൻസ് ആൻഡ് ടെക്കിൽ പ്രിലിംസിൽ പഠിപ്പിച്ച ഭാഗം കൂടി എക്സ്ട്രാ, ഇങ്ങനെ സയൻസ് ആൻഡ് ടെക് എന്ന് പറയുന്ന ഭാഗം പേപ്പർ 1ൽ ഇല്ല സിലബസിൽ, അതുകൂടി ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്ത് തരുന്നുണ്ട്. സോ ദാറ്റ് എങ്ങാനും ആ റിലേറ്റഡ് ഏതെങ്കിലും ഭാഗം സ്പേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം വരികയാണെങ്കിൽ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കട്ടെ എന്ന് വെച്ചാൽ അതുകൂടി നമ്മൾ തരുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതുകൂടി നോക്കിയേക്കുക. പേപ്പർ 2 ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, സ്പെഷ്യൽ ടോപ്പിക് ആണ്. സോ നമുക്ക് ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് ബാച്ചിൽ നിങ്ങൾ ചേരുകയാണ് എന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ് സീരീസ് അതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മൾ എത്രത്തോളം ടെസ്റ്റ് സീരീസുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ന് ഇത് മുമ്പുള്ള പ്രിലിംസിന്റെ ഭാഗങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് സീരീസുകൾ, തേഴ്സ്ഡേ ട്യൂസ്ഡേ ടെസ്റ്റുകൾ, വീക്ക്ലി ടെസ്റ്റുകൾ, മന്ത്ലി ടെസ്റ്റുകൾ എന്ന് വെച്ചിട്ട് വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് ടെസ്റ്റുകൾ നമ്മൾ ധാരാളം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് നിങ്ങൾ ഇങ്ങനെ വന്ന് ചേരുന്ന നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് നിങ്ങൾക്ക്, പെയ്ഡ് ടെലിഗ്രാം ഗ്രൂപ്പ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്നതായിരിക്കും. ഈ പെയ്ഡ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജനറൽ എന്ന് പറഞ്ഞുള്ള ഭാഗവും പിന്നെ ബാക്കിയുള്ള ഓരോരോ സബ്ജക്റ്റുകൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോരോ സെക്ഷനുകൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലൊരു എക്കണോമിക്സിലൊരു സംശയമാണെങ്കിൽ ഒരാൾ ചോദിച്ചു, അതിന് അതിൽ കൊടുത്തിട്ടുള്ള ഒരു റിപ്ലൈ എന്തോ ആണ് അവിടെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എക്കണോമിക്സിലാണെങ്കിലും സയൻസ് ആൻഡ് ടെക് ആണെങ്കിലും ആർട്ടിലാണെന്നുണ്ടെങ്കിലും അതാത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ആ ഇടങ്ങളിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സംശയങ്ങളുണ്ടെങ്കിൽ ആ ഇടത്ത് നിങ്ങൾക്ക് ചോദിക്കാം. ജനറൽ ആയിട്ടുള്ള ഡൗട്ടുകൾ ആണെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ ഒരു പെയ്ഡ് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാകും. ഇത് ആക്റ്റീവ് ആകുന്നതും ഞങ്ങളെ ആക്റ്റീവ് ആക്കേണ്ടതും നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അങ്ങോട്ട് പറഞ്ഞിരിക്കുക എന്നത് മാത്രമല്ല ചെയ്യേണ്ടത്. നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചാൽ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പുതിയ ഡോക്യുമെന്റുകളോ കാര്യങ്ങളോ ഷെയർ ചെയ്താൽ, നിങ്ങൾ അവിടെ പുതിയ മെത്തേഡുകൾ പറഞ്ഞാൽ ഞങ്ങളും അതിനോടൊപ്പം ചേർന്ന് എന്ത് ചെയ്യും, ഞങ്ങളും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് തരുന്നതായിരിക്കും. ഒപ്പം നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് ആയിരിക്കും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം,
മെയിൻ എന്താ പറയുക സ്പെഷ്യൽ ടോപ്പിക് കോഴ്സിനെ കുറിച്ചാണ്. ഒരു സ്പെഷ്യൽ ടോപ്പിക് മാത്രമായിട്ടാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് വാങ്ങാം. കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സിലബസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കവർ ചെയ്യുന്നതായിരിക്കും. SCERT NCERT പുസ്തകങ്ങൾ ഇഗ്നോ പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇത്തിരി കുറയുന്നുണ്ട്, എന്നിരുന്നാലും അതിൻ്റെയും ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ ടെക്സ്റ്റുകളിൽ നിന്നുള്ള ഭാഗങ്ങൾ, അതുപോലെ എന്താണ് ചില ഹെഡിങ്ങുകൾ നമുക്ക് സിലബസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഭാഗങ്ങൾ ഇതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ടെസ്റ്റുകൾ ഇനി പോകെ പോകെ ആഡ് ചെയ്യും, റിവിഷനുകൾ നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള അവസരങ്ങൾ ഒരുക്കി തരും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും, ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും ഞങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് തരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, പേപ്പർ 2 കുറിച്ച് നമ്മളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ്. എന്താണ് അപ്പോൾ പേപ്പർ 2? പേപ്പർ 2 പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. പേപ്പർ 1 എന്ന് വെച്ചാൽ ഇൻ ജനറൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണ ഡിഗ്രി തലത്തിലുള്ള പ്രിലിംസിന്റെ ഒരു ടോപ്പിക്കും സിലബസും തന്നെയാണ്. പക്ഷേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസമുണ്ട്. സയൻസ് ആൻഡ് ടെക്കിന് പകരം സയൻസ് ആൻഡ് ടെക് എന്ന് പറയുന്ന ഭാഗത്തിന് പകരം എന്ത് വന്നിട്ടുണ്ട്, ഇവിടെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, നമ്മൾ ബയോളജി ആൻഡ് പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളും ഫിസിക്സും കെമിസ്ട്രി എന്ന തലത്തിലാണ് സയൻസ് ആൻഡ് ടെക്കിന് പകരം ഇവിടെ വന്നിരിക്കുന്നത്. അത് മൂന്നും കൂടി നല്ല മാർക്കുണ്ട്, 21 മാർക്കുണ്ട്. അപ്പോൾ അത് ഒരിക്കലും അത് ഒഴിവാക്കി പോകാൻ സാധിക്കില്ല. 21 മാർക്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ആൻ എക്സാം ലൈക്ക് ദിസ്. ഓക്കെ, 21 വാങ്ങണം എന്നല്ല, ഒരു 12 മാർക്ക് നിങ്ങൾക്ക് ഇതിൽ വാങ്ങാൻ പറ്റിയെന്ന് വിചാരിക്കൂ. 12 മാർക്ക് ചെറിയൊരു മാർക്കായിരിക്കും. റാങ്ക് ലിസ്റ്റിൽ 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ആയിരിക്കും പുറത്തു പോവുക, അല്ലെങ്കിൽ 2 മാർക്കിനും 1 മാർക്കിനും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, റാങ്ക് ലിസ്റ്റിൽ കയറിയാലും അവസാനം ഫൈനലി അപ്പോയിന്റ്മെന്റ് കിട്ടാതിരിക്കുക ചിലപ്പോൾ 1-2 മാർക്ക് മാത്രം നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും. ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. സോ ഈ ഭാഗങ്ങൾ ഇതിലൊന്നും മെയിൻസിന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചിലതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ വിട്ടോളൂ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അങ്ങനെ വിട്ടോളൂ എന്ന് ഞാൻ എവിടെയെങ്കിലും പറയുമെന്നുണ്ടെങ്കിൽ അതേതാണ്, സ്പോർട്സ് പോലുള്ള ചില സ്ഥലങ്ങളായിരിക്കും. പക്ഷെ ചിലപ്പോൾ സ്പോർട്സിൽ എളുപ്പമുള്ള ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിലോ അല്ലെ, അവിടെ എന്ത് ചെയ്യും, നിങ്ങൾ കഷ്ടപ്പെട്ട് 1 മാർക്ക് വാങ്ങിയാലും ഒരാൾ വളരെ എളുപ്പത്തിൽ 2 മാർക്ക് വാങ്ങിയാലും എന്താണ്, കിട്ടിയ മാർക്കിന് മാത്രമല്ലേ അവിടെ വില. അതുകൊണ്ട് ഒരു ഭാഗവും വിടാതെ തന്നെ പഠിക്കാൻ നോക്കുക. കാരണം അറൗണ്ട് 3 മാസത്തിനടുത്ത് സമയം നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിലേക്കുണ്ട്. ഇത് ആശ്വാസമായി എടുക്കരുത്. നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു ആഡഡ് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് മാത്രം കരുതുക. മനസ്സിലാവുന്നുണ്ടോ? ഉഴപ്പാനുള്ള കാര്യമായിട്ട് 3 മാസം എന്നുള്ള സമയം എടുക്കരുത്. പിന്നെ എല്ലാ സമയത്തും ഉള്ളതുപോലെ തന്നെ ഈ ഒരു ഭാഗം നോക്കിയാൽ മലയാളവും ഇംഗ്ലീഷും അതുപോലെ തന്നെ സിമ്പിൾ അരിത്തമാറ്റിക് മെന്റൽ എബിലിറ്റിയും കൂടിയിട്ട് 15 മാർക്കും 26 മാർക്കും കൂടിയിട്ട് 41 മാർക്കിന് എത്രയാണ്, 41 മാർക്കാണ് മലയാളം, ഇംഗ്ലീഷ്, മാത്സും മെന്റൽ എബിലിറ്റിയും കൂടിയിട്ട്. സോ ഇമ്പോർട്ടൻസ് ഞാൻ പിന്നെയും പറയുന്നില്ല. നമ്മൾ ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള നിങ്ങൾക്ക് ക്ലാസ്സുകൾ എത്തിച്ചു തരാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒപ്പം വരിക. പെയ്ഡ് നമ്മുടെ ഗ്രൂപ്പ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, നമ്മുടെ കോഴ്സ് എടുക്കുന്നവരും ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഈ ഭാഗങ്ങൾ, അതായത് ഇവിടെ നിന്ന് മാക്സിമം സ്കോർ ചെയ്യാൻ, കുറച്ച് ട്വിസ്റ്റുകൾ ഉണ്ടായാൽ പോലും ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഡോക്യുമെന്റുകൾ നമ്മൾ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. ബാക്കി കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്കറിയാം, ഹിസ്റ്ററി ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. ഇത് നമ്മൾ ചെയ്തു. ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചറും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. 8 മാർക്ക് അവിടെ വരുന്നുണ്ട്. കമ്പ്യൂട്ടറിനും 5 മാർക്കല്ല 6 മാർക്കാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. 1 മാർക്ക് എക്സ്ട്രാ ആയിട്ടാണ് വരുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു വലിയ ആളെ കാണില്ല. ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കാണുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ എവിടേക്ക് പോയി? കോൺസ്റ്റിറ്റ്യൂഷനെ എവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, എടുത്ത് നമ്മളുടെ പേപ്പർ 1 കൊണ്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ പേപ്പർ 2 കൊണ്ടുപോയിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കാം. സോ പേപ്പർ 1 ഇൻ ജനറൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ സാധാരണ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനേഷൻ തന്നെയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത് കൃത്യമാണല്ലോ? ഇത് പഠിക്കേണ്ടതിനെ കുറിച്ച് ഞാൻ അധികം വാചാലനാകുന്നില്ല. നമ്മൾ ഓൾറെഡി എന്താണ്, ഇതെങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ആളിലേക്ക് പോകാം. അത് നമ്മുടെ പേപ്പർ 2 ആണ്. അതിനു മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ചില ചോദ്യങ്ങൾ ഇവിടെ കാണുക. LSGI പരീക്ഷയാണ് ഇതിനു മുമ്പ് ഒരു സ്പെഷ്യൽ ടോപ്പിക് ബേസിസിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പരീക്ഷ അല്ലെ. അപ്പൊ അവിടെ നോക്കൂ, LSGI പരീക്ഷയിൽ വന്ന ചില ചോദ്യങ്ങളാണ്. ഏതെല്ലാം ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കണം എന്നതിന് ഒരു ഉദാഹരണം കാണിച്ചു തരാനാണ് ഞാൻ ഈ ഭാഗങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കൂ, ഇതിൽ ചോദിക്കുന്നത് LSGI എന്താ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണല്ലേ. അപ്പൊ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് വെച്ചാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇതൊക്കെയാണ്. അപ്പോൾ ഒരു ചോദ്യം വന്നിരിക്കുന്നത്, ഇത് നമ്മൾ ഷുവർ ഷോർട്ട് ചോദ്യമായിരുന്നു. അത് നമ്മളുടെ LSGIയുടെ ക്ലാസ്സുകളിലും ആ ഭാഗത്ത് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ എന്തായാലും നോക്കി വെച്ചോളൂ, വരുമെന്ന് പറഞ്ഞിരുന്നു. ഒബ്വിയസ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. കാരണം എന്താണ്, ഇതിൽ ചോദിക്കുന്ന കാര്യം എന്താ,
ടോട്ടൽ നമ്പർ, അത് ഫോളോയിങ് ഓപ്ഷൻസ് അക്യുറേറ്റ്ലി റെപ്രസെന്റ്സ് ദ നമ്പർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്. എത്ര പഞ്ചായത്തുണ്ട്, എത്ര ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, എത്ര ജില്ലാ പഞ്ചായത്തുണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട് എന്നുള്ള ചോദ്യമാണ് അല്ലെ. ഇത് പ്രതീക്ഷിച്ചിരുന്ന ചോദ്യമാണ്. അപ്പൊ ഇതെന്താ, ഇത് ഹൈലി ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. ഇത് കൃത്യം എണ്ണം അറിഞ്ഞ് കാണാണ്ട് പഠിച്ചു വെച്ച ഒരാൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ചോദ്യമാണ് അല്ലെ. കാരണം ചെറിയ വ്യത്യാസങ്ങൾ എല്ലാത്തിലും കുറെ എണ്ണത്തിൽ 941 എന്നുള്ളതുണ്ട്, 152, 150, 152, 14, 12, 14. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പിന്നെ ഊഹിക്കാൻ പറ്റും വിചാരിക്കുന്നു, 14 ഉണ്ടാവും ഊഹിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ വളരെ ചെറിയ വ്യത്യാസം മാത്രമുള്ള കാണാണ്ട പഠിച്ചു വെച്ചാൽ മാത്രം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. ഇത് പക്ഷേ നമ്മൾ നേരത്തെ എന്തായാലും പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു, പഠിച്ചിട്ടുണ്ടാവും മിക്കവാറും എല്ലാവരും ഇത് സ്കോർ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ ഹൈലി ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. മനസ്സിലാവുന്നുണ്ടല്ലോ, ഹൈലി ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം, ഒന്നാമത്തെ കാര്യം. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കുമ്പോൾ ഇത് ഒരു കൺസെപ്ഷ്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളാ രണ്ടും. ഇത് കാണാണ്ട പഠിച്ചിട്ട് എഴുതേണ്ട ചോദ്യമല്ല. പകരം എന്താ നോക്കൂ, ആദ്യത്തെ ചോദ്യം നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ് ഫോർ ദ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. അപ്പൊ ബ്രിട്ടീഷ് റൂളിന്റെ സമയത്ത് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നിട്ടുണ്ട് നമുക്ക് അറിയാം, ആണല്ലോ, നടന്നിട്ടുണ്ട്, നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏത്, അതായത് ഇത് കാരണമല്ല ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റണം. മനസ്സിലാവുന്നുണ്ടോ? അതിൽ ഉത്തരം നോക്കൂ, ഇന്ത്യാസ് ട്രേഡ് സർപ്ലസ് ഇൻ ടെക്സ്റ്റൈൽ വാസ് നോട്ട് പ്രൂഡന്റ്ലി യൂട്ടിലൈസ്ഡ് ബൈ മിൽ ഓണേഴ്സ്. അത് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽസിലുള്ള സർപ്ലസ് നമ്മുടെ മിൽ ഓണർമാര് പ്രൂഡന്റ്ലി കൃത്യമായി ഉപയോഗിച്ചില്ല, അതുകൊണ്ടാണ് നമുക്ക് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നതെന്ന് പറയുന്നത്. ആണോ? നമ്മളുടെ മിൽ ഓണേഴ്സ് നമുക്കറിയാം, എത്രയോ സ്ട്രൈക്കുകൾ നടത്തിയിട്ടുണ്ടല്ലേ. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ഉൾപ്പെടെ നമുക്കറിയാം. ഗാന്ധിജി വന്ന ശേഷം പോയിട്ടുള്ള സ്ഥലം നിങ്ങൾക്ക് അറിയാം അല്ലെ. നിരാഹാരം, അതുപോലെ തന്നെ സത്യാഗ്രഹം രണ്ടും കൂടി ഒരുമിച്ച് പ്രയോഗിച്ച ആദ്യത്തെ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റിയ സ്ഥലമാണത് അല്ലെ. അവിടെ എന്തുകൊണ്ടാണ് നിരാഹാരം കിടക്കേണ്ടി വന്നത്? കാരണം നമ്മുടെ മില്ലുകളെ ബ്രിട്ടീഷുകാർ സമ്മതിക്കുന്നില്ല കൃത്യമായിട്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലെ. അവിടെ നിരാഹാരം കിടന്ന് കൂലിയുമായി ബന്ധപ്പെട്ടതും വേൾഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും അവിടുത്തെ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിരുന്നു. പക്ഷെ ഇൻ ഷോർട്ട് നമ്മളുടെ ഇന്ത്യൻ മിൽ ഓണേഴ്സിനെ വളർന്നു വരാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അല്ല. അപ്പൊ ഇന്ത്യൻ ട്രേഡ് സർപ്ലസ് ഇൻ ടെക്സ്റ്റൈലും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. നമ്മളെ എങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക എന്നുള്ളൊരു സ്ഥലവും അവരുടെ അന്തിമ ഉൽപ്പന്നങ്ങൾ വന്നിട്ട് വിൽക്കാനുള്ള സ്ഥലവുമായിട്ടാണ് ഇന്ത്യ എന്ന കമ്പോളത്തെ അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതല്ല കാരണം. ബാക്കിയെല്ലാം നോക്കിക്കേ, intensity of deindustrialization was critical as reflected by the figure that India produced about 25% of world industrial output in 1750 which fell to only 2% by 1900. നോക്കൂ, ഇത് നമ്മൾ ഓൾറെഡി ഈ ശശി തരൂരിന്റെ പ്രസംഗമൊക്കെ കേട്ടിട്ട് നമുക്ക് ഏതാണ്ട് ഐഡിയകളാണ് അല്ലെ. 25% വേൾഡിന്റെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഉണ്ടായിരുന്ന നമ്മൾ 2% ആയിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, ഇത് പക്ക ഡീഇൻഡസ്ട്രിയലൈസേഷന്റെ ഒരു ഉദാഹരണമല്ലേ. അടുത്ത് നോക്കൂ, ഇനീഷ്യലി ദിസ് വാസ് ട്രിഗേർഡ് ബൈ ഫാളിംഗ് ഡൗൺ ഓഫ് ദ മുഗൾ എംപയർ ക്രിയേറ്റിംഗ് സപ്ലൈ സൈഡ് ഷോക്ക്. ഇതെന്താ, മുഗൾ എംപയറിന്റെ എന്താ പറയുക തകർച്ച കാരണമായിട്ടുണ്ടോ? നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവാറുണ്ട് അല്ലെ. ടെക്സ്റ്റൈലുകൾ ഉണ്ടാക്കുന്ന ആളുകളാകട്ടെ, ഭംഗിയേറിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാകട്ടെ, ടൈലിലും അതുപോലത്തെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആളുകളാകട്ടെ, എല്ലാവർക്കും പെട്ടെന്ന് പണി നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തായിരുന്നു? അതുപോലെ തന്നെ കുറേ അധികം സൈനികർ, അവർക്ക് ജോലി നഷ്ടപ്പെട്ടു. കാരണം എന്തായിരുന്നു? ഈ നാട്ടുരാജ്യങ്ങളെല്ലാം ഇത് കൊളാപ്സ് ചെയ്യാൻ തുടങ്ങി. മുഗൾ എംപയർ കൊളാപ്സ് ചെയ്തപ്പോൾ കുറേ ആളുകൾ എന്തായി, പണിയില്ലാത്ത ആളുകൾ, സൈനികർക്ക് പണിയില്ല. ഇത്തരത്തിലുള്ള രാജാവിനും രാജകൊട്ടാരത്തിനും മറ്റു മന്ത്രിമാർക്കും എല്ലാവർക്കും വേണ്ടി ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് പണിയില്ല. ഇതെല്ലാം എന്തിനെ ബാധിക്കുന്നത്? ഈ പണികളെല്ലാം ചെയ്തുകൊണ്ട് പോകുന്ന ഇൻഡസ്ട്രികളെയാണ് ബാധിക്കുന്നത്. അപ്പൊ ഇതും എംപയർ, നമ്മുടെ ഇവിടെ നിലവിലുണ്ടായിരുന്ന എംപയറിന്റെ എന്താ പറയുക തകർച്ചയും എന്ത് ചെയ്യുന്നു കാരണമായിട്ടുണ്ട്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഡിഡ് നോട്ട് എക്സ്റ്റെൻഡ് ദ സപ്പോർട്ട് that artisans used to receive from the erstwhile royal courts across Indian. ഇതന്നെയല്ലേ പറഞ്ഞത്. ബ്രിട്ടീഷുകാർ പക്ഷെ എന്ത് ചെയ്തില്ല, ഇങ്ങനെ എംപയർ തകർന്നു, ആളുകൾക്ക് പക്ഷെ എന്താണ് ജോലി നഷ്ടപ്പെടുന്നു, ബ്രിട്ടീഷുകാർ അവരെ സഹായിക്കാൻ നിന്നോ? അപ്പൊ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് എന്താണ് നമുക്ക് മനസ്സിലായി. ഇത് കൺസെപ്ഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയെടുത്ത് ഇത് നടക്കും, ഇതും നടക്കും, പക്ഷെ ഇത് നടക്കില്ല, ഇന്ത്യൻ മിൽ ഓണേഴ്സിന്റെ പ്രശ്നം കാരണമല്ല എന്നെന്താണ് ബേസിക്കലി മനസ്സിലാക്കി ആ കൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണത്. മനസ്സിലാണോ? ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. നിങ്ങൾ എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെന്റ് കൊണ്ടോ അയ്യോ ഇത് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ പേടിച്ചിരിക്കും. പക്ഷെ ഇവിടെ 3R ഫോർമുല ഉപയോഗിക്കുക. എന്താണ് 3R ഫോർമുല? ആദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് റൗണ്ട് 1 നമ്മൾ എന്ത് ചെയ്തു, റൗണ്ട് 2 എന്ത് ചെയ്യുന്നു, റൗണ്ട് 3 എന്ത് ചെയ്യുന്നു എന്നതാണ് 3R ഫോർമുല അല്ലെ. അപ്പൊ ഇത് നിങ്ങളൊന്ന് വായിച്ച് ഫെമിലിയർ ആണ്. ഏതാണ് ഡീഇൻഡസ്ട്രിയലൈസേഷന്റെ കുറച്ച് കാരണങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുകയാണെങ്കിൽ ഇത് നിങ്ങൾ F എന്നിട്ടിട്ട് ഫെമിലിയർ ഫോർ F ഇട്ടിട്ട് എന്ത് ചെയ്യുക, അങ്ങ് പോയേക്കുക. അപ്പൊ ചെയ്യണ്ട, പോയേക്കുക അങ്ങോട്ട്. എന്നിട്ട് ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് റൗണ്ട് 2 എന്ത് ചെയ്യുക വരുമ്പോൾ ഇത് ഫെമിലിയർ ആയിട്ടുള്ളതെന്ന് ഡീഇൻഡസ്ട്രിയലൈസേഷൻ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട്. അപ്പൊ F ഇട്ടിട്ട് പോയി. അടുത്ത ചോദ്യം നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, ഡിഫിക്കൽട്ടാണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക, അവിടെ D ഇട്ടിട്ട് പോവുക. അപ്പൊ ഈ റൗണ്ട് 2 നിങ്ങൾ D നോക്കില്ല,
എഫുകൾ മാത്രമേ നോക്കുള്ളൂ, ഫെമിലിയർ മാത്രമേ നോക്കിപ്പോളൂ. ഇതാണ് നമ്മൾ ഉപയോഗിച്ച 3R ഫോർമുല ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുക ഇട്ടു. അപ്പൊ ഇതൊക്കെ കൺസെപ്ഷ്യൽ ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റൻ നോക്കിക്കേ, ദ മെയിൻ റീസൺ ബിഹൈൻഡ് പാർഷ്യൽ ഫെയിലിയർ ഓഫ് ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലാൻഡ് റിഫോമുകൾ പാർഷ്യലി എല്ലാ സ്ഥലത്തും അത് എന്താണ് സക്സസ് ആയില്ല. കാരണം എന്ത് എന്നതാണ് ചോദിക്കുന്നത്. എന്താണ് കാരണം? കാരണം എന്താണ്? കാരണം എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് നോക്കൂ, നാലാമത്തെ മാത്രമാണ് കാരണം. അതായത് ലാക്ക് ഓഫ് ബ്ലൂ പ്രിന്റ് വിച്ച് മെന്റ് ബ്യൂറോക്രാറ്റ്സ് വെർ നോട്ട് ഷുവർ വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു ഇറ്റ്. അതായത് ഈ താഴെ തന്നിട്ടുള്ള ഫെയിലിയറിന് കാരണം ഏത് എന്ന് ചോദിക്കുന്ന സമയത്ത് ദ മെയിൻ റീസൺസ് ബിഹൈൻഡ് പാർഷ്യൽ ഫെയിലിയർ എന്ന് പറഞ്ഞ സമയത്ത് എന്ന് ചോദിക്കുന്നത് എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ട്രൂ, ഇതിൽ ശരിയല്ലാത്തത് ഏത് എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഈ കാരണത്തിൽ ഓരോന്ന് നോക്കിക്കേ. ലാക്ക് ഓഫ് റിലയബിൾ റെക്കോർഡ്സ് ഓഫ് ലാൻഡ് ഓണർഷിപ്പ്. അന്നത്തെ കാലത്ത് പാവപ്പെട്ട ആളുകൾക്ക് ലാൻഡ് ഓണർഷിപ്പിന്റെ എന്തെങ്കിലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല അല്ലെ. ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ വിൽ. ഒരുപാട് സ്റ്റേറ്റുകളിൽ രാഷ്ട്രീയപരമായിട്ട് തീരുമാനമെടുക്കണമെന്ന് വന്നപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റില്ല. കാരണം പല രാഷ്ട്രീയ പാർട്ടികളെയും സപ്പോർട്ട് ചെയ്യുന്നത് വലിയ വലിയ സമീന്ദാർമാരും എന്താ പറയുക അരിസ്റ്റോക്രാറ്റ്സ് ആയിട്ടുള്ള ഫാമിലീസ് ഒക്കെയാണ്. അവർക്ക് ഒരുപാട് സ്ഥലമുണ്ട് അല്ലെ. അപ്പൊ ഇത് എന്താ പറയുന്നത്, ഇത് ഒരു കാരണമാവുന്നു. അതായത് ഇതിൽ നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ് ശരിയായിട്ടുള്ള കാര്യമാണ്. ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ വിൽ അവിടെ നടന്നിട്ടുണ്ട്. ലാക്ക് ഓഫ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ടു ക്യാരി ഔട്ട് ദ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. പൊളിറ്റിക്കൽ വില്ലിന്റെ ഭാഗമായിട്ട് അതെന്താണ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലായ്മയും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ മൂന്നും എന്താണ് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലെ. പിന്നെ മൂന്നെന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷനിൽ തന്നെ ഇല്ല. അതുകൊണ്ട് മൂന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? PSC അങ്ങനത്തെ ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. എന്താ പറയുക, അബദ്ധമാണ് എന്നുണ്ടെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ഒരു ഉപകാരം ചെയ്യുന്നുണ്ട്. മൂന്ന് നമുക്ക് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം മൂന്ന് ഓപ്ഷനിൽ എവിടെയും എന്ത് ചെയ്യില്ല, വരുന്നില്ല. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് 4 നോക്കുന്ന സമയത്ത് ബ്യൂറോക്രാറ്റ്സിന്റെ എന്താ പറയുക ഒരു ബ്ലൂ പ്രിന്റ് ഇല്ലാത്തത് കൊണ്ട് എന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. ബ്യൂറോക്രാറ്റ്സ് എന്ത് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. പക്ഷെ പൊളിറ്റിക്കൽ വില്ലില്ലായ്മയും റിലയബിൾ റെക്കോർഡ്സ് ഇല്ലാത്തതൊക്കെയാണ് പ്രശ്നമായത്. അങ്ങനെ നമുക്ക് 4 എത്താം. അപ്പോൾ ഇതും എന്താണ് ലോജിക്കലി വായിച്ച് മനസ്സിലാക്കി കൺസെപ്ഷ്യൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നേരത്തെ ഒരു ഹൈലി ഫാക്ച്വൽ ചോദ്യം കണ്ടു, കൺസെപ്ഷ്യൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറിയണം. അപ്പോൾ പേപ്പർ 2 പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ പഠിക്കേണ്ടതുണ്ട്, വെറുതെ കാണാണ്ട് കുറെ ഫാക്ട് പഠിക്കുകയല്ല, എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ പബാഡ് പഠിക്കുകയാണെങ്കിൽ തിങ്കേഴ്സ്, ഇപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഉറപ്പായിട്ടും താഴെ പറയുന്നവയിൽ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആശയങ്ങൾ ഏത്, ആശയങ്ങളല്ലാത്തത് ഏത്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് വരുമ്പോൾ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള തിയറി പോർഷൻസ് മനസ്സിലാവും. തിയറി കൺസെപ്റ്റുകൾ ധാരാളം ചോദ്യങ്ങൾ അതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു പോകുമ്പോൾ പബാഡിന്റെ ഭാഗം, പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗം പഠിച്ചു പോകുന്ന സമയത്ത്, അതായത് മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം പഠിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ഫാക്ടുകൾ മാത്രം പഠിച്ചാൽ പോരാ, ആ കൺസെപ്റ്റുകൾ നോക്കണം. ഇനി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഇതേപോലെ എന്താണ് എൻവയോൺമെന്റിന്റെ പൊല്യൂഷന് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചിട്ട് കുറെ ലൈനുകൾ എന്തായാലും തരും. നോക്കിക്കോളൂ, നിങ്ങൾ എന്തായാലും നോക്കിക്കോളൂ. എയർ പൊല്യൂഷന് കാരണമാകുന്നതെന്നോ അല്ലെങ്കിൽ ഇന്ന പൊല്യൂഷൻ കാരണമാണ് കുറേ ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റുകൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ജനറൽ ഇതിന്റെ ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താ അറിയോ, നിങ്ങൾ കാണുമ്പോൾ തോന്നും വലിയ പ്രശ്നമാണെന്ന്, പക്ഷെ വായിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സുഖമായി ഓരോ മാർക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ എക്സാം തീർച്ചയായിട്ടും UPSC ഒക്കെ പോലെയുള്ള ആസ്പിരൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം തീർച്ചയായിട്ടും എഴുതുന്നുണ്ടാവും. അവർ ഇത്തരം ചോദ്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, സ്കോർ ചെയ്ത് പോകുന്നത്. ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ അവർ റെഡിയാക്കിയിട്ട് പിന്നെ റാങ്ക് മേക്കിംഗ് ആവുന്ന ഇത്തരം ചോദ്യങ്ങളാണ്. ഇതൊന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ നിങ്ങൾ സമയം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ ആ സ്ഥലത്ത് സമയം കിട്ടാനാണ് നേരത്തെ പറഞ്ഞ 3R ഫോർമുല നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. വേഗം അറിയുന്നത് തീർത്തിട്ട് ഫെമിലിയറിലേക്ക് വരിക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, മാർക്കുകൾ അങ്ങ് മാറിപ്പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം കിട്ടിയില്ലെങ്കിൽ വിട്ടുപൊക്കോളൂ, പക്ഷെ തിരിച്ചു വന്ന് വായിച്ച് മനസ്സിലാക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. അത് എളുപ്പമാണ്. നമ്മൾ പോകെ നമ്മളുടെ കോഴ്സ് ഇനി പോകുമ്പോൾ നമ്മളുടെ ആ പെയ്ഡ് ടെലിഗ്രാം ഗ്രൂപ്പിലാണെങ്കിലും അത്തരം സ്ഥലങ്ങളിലും തുടർച്ചയായിട്ട് ഈ അപ്രോച്ചിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കിയേ, ദ ബേർഡൻ ഓഫ് ഡിസീസസ് ഇൻ ഡെത്ത്സ് ഇൻ ഇന്ത്യ കറന്റ്ലി ഫോളോസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പാറ്റേൺസ്. അതായത് ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണോ അതോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കാരണമാണോ ഹയർ ഡെത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യമായിരുന്നു. ഇതും നിങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിലും ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ആലോചിച്ച് ചെയ്യാൻ പറ്റും. ഒന്ന് നിങ്ങൾ ജനറൽ ആയിട്ട് ആലോചിച്ചാൽ മതി. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താ, പകർച്ചവ്യാധികൾ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താ, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയാം അല്ലെ, പ്രഷർ അല്ലെ, ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് പോലെ കാര്യങ്ങൾ ഉണ്ടാവുകയാണ് അല്ലെ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ക്യാൻസർ പോലുള്ള രോഗങ്ങളുണ്ട്. ഇങ്ങനത്തെ കുറെ രോഗങ്ങളുണ്ട്. ഇത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ മറ്റ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലേ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ആളുകളെ കൊല്ലുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെക്കാളും അല്ലെ. പനിയും മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യും, വരുന്നു, ചികിത്സിച്ച് തടുക്കാനായിട്ട് ധാരാളമായിട്ട് സാധിക്കും. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണെങ്കിലോ ഈ പ്രഷർ പോലെ, കൊളസ്ട്രോൾ പോലെ, ഷുഗർ പോലെ ഇത്തരം പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസസ് ആണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബർഡൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ശരി. ഇത് നിങ്ങൾ ജനറൽ ആയിട്ട് ആലോചിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്.
എളുപ്പമാണെന്നല്ല പറയുന്നത്, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്തു, എക്സാം ചിലപ്പോൾ ഭയങ്കര ടഫർ സൈഡായി മാറി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആലോചിച്ച് ലോജിക്കലി എഴുതാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മാർക്ക് എന്ത് ചെയ്തേ പറ്റൂ, നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? അത്തരം സമയങ്ങളിൽ ഇത്തരം സ്ഥലങ്ങളിലേക്ക് അറിയുന്നതൊക്കെ കിട്ടിക്കഴിഞ്ഞു, അത് ആലോചിക്കുക. ഇപ്രാവശ്യത്തെ എക്സാം കഴിഞ്ഞപ്പോൾ നമ്മളോട് വന്നൊരു മെസ്സേജുകളിൽ 2-3-4 മെസ്സേജുകളിൽ ഒരു പ്രധാന മെസ്സേജ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, നോക്കൂ നിങ്ങൾ പറഞ്ഞ 3R ഫോർമുല ആദ്യത്തെ റൗണ്ട് അറിയുന്നത് മുഴുവൻ എന്ത് ചെയ്തു, ആദ്യമേ പോക്കറ്റിലാക്കി മാർക്ക്. അത് എന്നെ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് 3R ഫോർമുല ഉപയോഗിച്ച രീതിയെക്കുറിച്ച് പലരും പല രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ, ചില എന്താ പറയുക കൺഫ്യൂഷൻസ് ആക്കി എന്നുള്ള രീതിയിൽ പല രീതിയിൽ എന്തായിരുന്നു നമുക്ക് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, എല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എന്താണ് ഇനി എവിടെന്നെങ്കിലും മാർക്ക് വേണം എന്ന അവസ്ഥയിലിരിക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഈ രീതിയിൽ ലോജിക്കലായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് വേണമെങ്കിൽ വിട്ടുപോകാനുള്ള ചോദ്യമാണ്, അതുകൂടി പറയണമല്ലോ. ചില ചോദ്യങ്ങൾ എന്താണ് പറ്റില്ല, ഇത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. കാരണം പല വർഷങ്ങളിലെ പക്ക ഡേറ്റയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം, ഇതും പക്കാ ഡേറ്റയാണ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വേണമെങ്കിൽ ഒന്ന് ഊഹിച്ചു പോകാനായിട്ടൊക്കെ ശ്രമിക്കാം. അതായത് ശ്രമിക്കാമെന്നേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഇത് എത്രത്തോളം ആളുകൾക്ക് ഊഹിച്ചു പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു മൊത്തത്തിൽ വായിച്ചു നോക്കിയിട്ട് വേണമെങ്കിൽ ഊഹിക്കാൻ ശ്രമിക്കാം. ഫീമെയിൽ ലേബർ ഫോഴ്സിന്റെ ചില കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ശ്രമിക്കാം. പക്ഷേ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല. കാരണം 2012, 2022 പറയുന്ന സമയത്ത് ഇതിനിടയിൽ കോവിഡിന്റെ ഇയേഴ്സ് കൂടി വരുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? ഇത് 2018 എന്നുള്ള ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ചോദ്യത്തിൽ. അപ്പൊ ഞാൻ പറയുന്നത് എന്താണ്, ഈ കോവിഡ് ഇയേഴ്സിന്റെ ഒക്കെ കൂടി ഒരു കണക്ക് എടുത്തിട്ട് നമുക്ക് ലോജിക്കലി വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം. പക്ഷെ ഇൻ ഷോർട്ട് ചില ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാവും, പക്കാ ഫാക്ച്വൽ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, എവിടെ ഔട്ട് ഓഫ് ദി ബ്ലൂ ചോദിക്കുന്ന ചോദ്യം വരും. അത് വിട്ടുപോയേക്കുക. നിങ്ങൾക്ക് 100 മാർക്ക് വാങ്ങുക എന്നത് നിങ്ങളുടെ ഉദ്ദേശമല്ല. 2 പേപ്പറുകളുണ്ട്, ഈ 2 പേപ്പറും ചേർത്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഫൈനൽ മാർക്ക് വരുന്നത്. സോ അറിയാത്ത ചോദ്യം വിട്ടുപോകുന്നതിൽ ഒരു വിധത്തിലുമുള്ള നാണക്കേട് വിചാരിക്കേണ്ട, വാശി വിചാരിക്കേണ്ട. വിട്ടുപോകേണ്ട സ്ഥലത്ത് നമ്മൾ വിട്ടുപോവുക തന്നെ വേണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് തലച്ചോറിൻ്റെ ഉള്ളിൽ നല്ല പോലെ ഇംപ്രിന്റ് ചെയ്തു. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് പേപ്പർ 2-ൽ പഠിക്കാനുള്ള ഭാഗങ്ങളൊന്ന് നമുക്ക് വളരെ വേഗത്തിലൊന്ന് നോക്കാം. നോക്കൂ, പേപ്പർ 2-ലെ മോഡ്യൂൾ 1 എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ടാണ് പോകുന്നത്, അല്ലെ? സെക്രട്ടേറിയറ്റിൽ കുറെ പേര് ചെയ്യുന്നുണ്ട്, ബാക്കി പല സ്ഥലങ്ങളിലും. ഇവിടെ എല്ലാവരുടെയും നിങ്ങൾ അഡ്മിനിസ്ട്രേഷനെ സഹായിക്കാനാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ചില ഐഡിയകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഡെഫിനിഷൻ, അഡ്മിനിസ്ട്രേഷന്റെ ഡെഫിനിഷൻ, സ്കോപ്പ്, ഇത്തരം കാര്യങ്ങൾ, ടൈപ്സ്, ഇതൊക്കെ കണ്ടോ നിങ്ങൾ? ഇതൊക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഈ ഭാഗത്ത് നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. മനസ്സിലാവുണ്ടോ? ചില ഡെഫിനിഷൻസ് ഉണ്ടാകും, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്തുണ്ട്, ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് ഉണ്ട്. പബ്ലിക് ഓർഗനൈസേഷൻ, പ്രൈവറ്റ് ഓർഗനൈസേഷൻ, നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള NGO പോലെയുള്ള ഓർഗനൈസേഷൻ. ഇത്തരം ഓർഗനൈസേഷൻസിന്റെ ഒക്കെ പ്രത്യേകത എന്ത്, അവയുടെ എങ്ങനെയാണ് ഒന്ന് പബ്ലിക്കും ഒന്ന് പ്രൈവറ്റും ചിലത് നോൺ പ്രോഫിറ്റും ആകുന്നത്, ഇത് നിങ്ങളുടെ ഈ ബേസിക് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതാണ് ഇതിന്റെ പേര് തന്നെ, അല്ല? ഈ ഹോൾ മോഡ്യൂളിന്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് തിയറി പാർട്ടാ വരുന്നത്. അതായത് there are certain theories of administration, ക്ലാസിക്കൽ തിയറി നിങ്ങൾ കാണാൻ പറ്റും, നിങ്ങൾക്ക് ബിഹേവിയറൽ തിയറി എന്നൊക്കെ വെച്ചിട്ട് വളരെ വൃത്തിയായിട്ട് എടുത്തു വന്നിട്ടുണ്ട്. അതിൽ അത്തരം തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഈ തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസിക്കൽ തിയറി, ബിഹേവിയറൽ തിയറി, എന്താ പറയുക, കണ്ടിജൻസി തിയറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിയറീസ് വരുന്നുണ്ട്. ഈ തിയറീസിന്റെ ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, എടുത്ത് പോയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മനസ്സിലാക്കാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള തിങ്കേഴ്സ് ഉണ്ട്, ചിന്തകരുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ മോഡേൺ അപ്രോച്ച് ഉണ്ട്. മോഡേൺ അപ്രോച്ചസ് എന്താണ്, ഇതിലേക്കുള്ള മോഡേൺ അപ്രോച്ചസ് ഉണ്ട്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയും. എന്താണ്, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിനെ സ്ട്രക്ചർ ചെയ്യേണ്ടതായിട്ടുള്ള, അതിന്റെ ഫങ്ഷൻസ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുള്ള വിവിധ രീതികളുണ്ട്. ഇത്തരം ഭാഗങ്ങൾ എന്ത് ചെയ്യും, അവിടെ വരും. പിന്നെ നോക്കൂ, ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ചേഞ്ച് മാനേജ്മെന്റ്. അതായത് ഒരു ഓർഗനൈസേഷൻ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണോ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വർക്കിംഗ് കൾച്ചർ ഓരോ കമ്പനിക്കും ഓരോ രീതിയിലായിരിക്കും. ഇപ്പോൾ TCS പോലെ ആയിരിക്കില്ല മറ്റൊരു സർക്കാർ എന്താ പറയുക സ്ഥാപനം വർക്ക് ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കില്ല BMW വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായിട്ടുള്ള ഒരു വർക്കിംഗ് കൾച്ചർ രീതികളുണ്ട്. മാനേജ്മെന്റിലായിട്ടുള്ള എന്താണ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്താണ്, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ അഡ്മിനിസ്ട്രേഷനിൽ പാലിക്കേണ്ടതായിട്ടുള്ള ചില എത്തിക്കൽ പ്രിൻസിപ്പിളുകളുണ്ട്. ചില സന്ദർഭങ്ങളിൽ എന്താണ്, ചിലപ്പോൾ ഇനി ഇവിടെ ഈ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചിട്ട് ഇവരെങ്ങാനും വല്ല കേസ് സ്റ്റഡി വല്ലതും തരുമോ എന്ന് നമുക്ക് അറിയില്ല. എന്താണ്, ഇവർ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേസ് സ്റ്റഡികൾ തരുമോ എന്നാണ്. കാരണം നോക്കൂ, ഈ ഭാഗങ്ങളിൽ, ഇത്തരം ചോദ്യങ്ങളിൽ ചില ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, വളരെ തിയറിറ്റിക്കലായിട്ട് വന്നെന്ന് പറഞ്ഞില്ലേ, ഇതുപോലെ കേസ് സ്റ്റഡി പോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട് അവിടെ എത്തിക്കൽ ആയിട്ട് ഏത് പ്രിൻസിപ്പിൾ നിങ്ങൾ അപ്ലൈ
ചെയ്യുമെന്ന് ചോദിക്കുമോ? ചോദിക്കാം, ചോദിക്കാതിരിക്കാം, നമുക്ക് അറിയാൻ പറ്റില്ല. ഇനി ലീഡർഷിപ്പ്. എന്താണ് ലീഡർഷിപ്പ്? ഒരു ലീഡർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്താണ്, അല്ലെ ലീഡർഷിപ്പ് സ്റ്റൈലുകൾ എന്താണ്? ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദ്യമായിട്ട് വരാം. ട്രെയ്റ്റ്സ് ഓഫ് ലീഡർഷിപ്പ്, ഒരു ലീഡർഷിപ്പിന്റെ ട്രെയ്റ്റ്സ് എന്തെല്ലാമാണ്? ഇതെല്ലാം ചോദ്യങ്ങളായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. മനസ്സിലാണ്ടോ? അപ്പോൾ എന്ത് ചെയ്യാം? ഒരു സ്റ്റേറ്റ്മെന്റുകളായിട്ട് വരാം. അല്ലെ ലീഡർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഇതൊക്കെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി കമ്മ്യൂണിക്കേഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അതായത് ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ, ഒരു ഭരണം നടത്തും എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടോപ്പ് മുതൽ എന്താ പറയുക ബോട്ടം വരെയുള്ള ആ ഏരിയയിൽ കമ്മ്യൂണിക്കേഷൻ തുടർച്ചയായിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഓരോ ഏരിയയിലും നടക്കുന്നത് എന്ത്, എവിടെയെങ്കിലും എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ, എവിടെയെങ്കിലും എന്തെങ്കിലും ബ്ലോക്ക് ആയിരിക്കുന്നുണ്ടോ, അതെങ്ങനെ പുഷ് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ അറിയണമെങ്കിൽ ദിസ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആ ഭാഗം എന്ത് ചെയ്യേണ്ടതുണ്ട്? പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. അപ്പോൾ ട്രാൻസ്പെറൻസി, അഡ്മിനിസ്ട്രേറ്റീവ് ട്രാൻസ്പെറൻസിയെ കുറിച്ച് ഇന്ന് ഒരുപാട് ചർച്ച നടക്കുന്നതാണ്. അപ്പോൾ ഒരു ട്രാൻസ്പെറൻസി വരണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം നടപടികൾ എടുക്കണം എന്നൊരു ചോദ്യം വന്നൂടെ? അല്ലെ, സ്റ്റേറ്റ്മെന്റുകളായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഒരാളോട് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ പറയൽ, അല്ലെങ്കിൽ മറ്റൊരാൾ എന്ത് ചെയ്യുന്നതാണ്? രണ്ടുപേര് മാത്രം ഒന്നിച്ചിരുന്ന് തീരുമാനിക്കുന്നു, മറ്റുള്ളവരെ അറിയിക്കുന്നില്ല എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻസിക്ക് എന്താണ്? എതിരാണ്. അപ്പോൾ ഓരോരോ സിറ്റുവേഷൻസ് തരാം, എന്നിട്ട് ട്രാൻസ്പെറൻസി ആണോ, ട്രാൻസ്പെറന്റ് ആണോ അല്ലയോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ റോൾ ഓഫ് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ, അത് റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. അല്ലെ, നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ AI പോലെയുള്ള എന്താ പറയുക ടൂൾസ് ഉപയോഗിക്കുന്നുണ്ടാവാം. ഇത്തരം കാര്യങ്ങൾക്ക് എന്താണ് അഡ്മിനിസ്ട്രേഷൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മോഡ്യൂൾ 1 എന്താണ്? അഡ്മിനിസ്ട്രേഷൻ പെർസെ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് മോഡ്യൂൾ 1 വരുന്നത്. ഇനി നമ്മുടെ ക്ലാസ്സിലെ ചില സ്ലൈഡുകൾ ജസ്റ്റ് നിങ്ങൾക്ക് ഉദാഹരണത്തിന് കൊടുത്താണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില തിയറികൾ, ചില കാര്യങ്ങൾ, ചില വ്യക്തികളൊക്കെ എന്തുണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലാണ്ടോ? അപ്പോൾ അഡ്മിനിസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? ആ വാക്ക്, അതിൽ നിന്ന് വന്നിട്ടുള്ള അതിന്റെ എറ്റിമോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡെഫിനിഷൻ എന്താണ്, അല്ലെ ഡെഫിനിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഡെഫിനിഷൻ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തിയറി ഭാഗങ്ങൾ പഠിച്ചുകൊണ്ട് തിങ്കേഴ്സിലേക്ക് പോയിക്കൊണ്ട് വ്യക്തികളെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ ഭാഗം പഠിച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത നോക്കൂ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. നേരത്തെ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു, ഇത് മാനേജ്മെന്റ് ആണ്. ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളൊന്ന് എന്താണ്? നോക്കിക്കേ, മാനേജ്മെന്റ് വേഴ്സസ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും ഒന്നാണോ? അതിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം രണ്ടും പ്രധാനപ്പെട്ട മൊഡ്യൂൾ ആയതുകൊണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനായിട്ട് പരീക്ഷ ഇടുന്ന ആളുകൾ നോക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇവാലുവേഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്, നേരത്തെ പറഞ്ഞ അതേപോലെ ഡെഫിനിഷനും അതിൻ്റെ ഇമ്പോർട്ടൻസും എന്ത് ചെയ്യുന്നത് പഠിക്കുന്നുണ്ട്. അതുപോലെ മാനേജ്മെന്റിന്റെ റോൾസ് എന്തെല്ലാമാണ്, ഒരാൾ മാനേജ് ചെയ്യാൻ വെച്ചാൽ അതിന്റെ സ്കില്ലുകൾ എന്തെല്ലാം ആവശ്യമാണ്, അല്ലെ എന്തൊക്കെയാണ് മാനേജറിയൽ സ്കിൽ എന്തൊക്കെയെന്ന് ചോദിക്കാൻ സാധിക്കും. അല്ലെ, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് എന്താണ്? പ്ലാനിംഗ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, അല്ലെ സ്റ്റാഫുകളെ തീരുമാനിക്കലുണ്ട്, ഡയറക്റ്റിങ്ങും കൺട്രോളിംഗും ഉണ്ട്. ഇതെല്ലാം അറിയേണ്ടതുണ്ട്. പിന്നെ നേരത്തെ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ അതേപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. കണ്ടംപററി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മോഡേൺ അപ്രോച്ച്, ഇന്നത്തെ കാലത്ത് കണ്ടംപററി അപ്രോച്ച് ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? സിസ്റ്റം അപ്രോച്ച്, കണ്ടിജൻസി അപ്രോച്ച്, TQM, അല്ലെ ലീൻ മാനേജ്മെന്റ്, ഇങ്ങനെ പല പല രീതിയിൽ എന്താണ് ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അജൈൽ മാനേജ്മെന്റ്, അജൈൽ എന്ന് വെച്ചാൽ എന്താണ്? വേഗം അല്ലെ, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, ഇത്തരം കാര്യങ്ങൾ. അതുപോലെ ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ, ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ് കൾച്ചർ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അതേപോലെ എന്താണ് എത്തിക്കൽ ഭാഗങ്ങൾ അവിടെ വരുന്നത്, അല്ലെ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഇൻ മാനേജ്മെന്റ്. അഡ്മിനിസ്ട്രേഷനിൽ ഇതേ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ CSR, എന്താ CSR? നമുക്കറിയാം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് CSR, അല്ലെ അവരെന്ത് ചെയ്യേണ്ടതുണ്ട്? ഓരോ കോർപ്പറേറ്റ്സും അതിൻ്റെതായിട്ട് ഒന്നിലും എമൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവരായിട്ട് എന്ത് ചെയ്യുക, ചില പ്രൊജക്ടുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട CSR പ്രൊജക്ടുകൾ, അത്തരം കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ചോദിക്കാം, അല്ലെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പുകൾ എടുക്കാൻ വേണ്ടിയിട്ട് മാനേജറിയൽ തലത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രധാന സ്റ്റെപ്പുകൾ എന്തൊക്കെ? അതിലൊന്ന് CSR ആയിട്ട് എന്ത് ചെയ്യും? വരും. എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതെന്ത് ചെയ്യാം? വരാം. പിന്നെന്താണ്? ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ചാലഞ്ചസ് ഫോർ മാനേജേഴ്സ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ നടക്കുമ്പോൾ ലോകമെല്ലാം എന്ത് ചെയ്യുന്നത്? അവിടെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്നാവുകയാണ്, ഇന്റർലിങ്ക്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാനേജേഴ്സിന് ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വരുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഹൈലി തിയററ്റിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇത് രണ്ടും വരുന്നത്. ആദ്യത്തെ 2 മോഡ്യൂൾ പേപ്പറുകളും ഹൈലി തിയററ്റിക്കലാണ്. കൺസെപ്റ്റുകൾ, ഐഡിയാസ്, ചില വ്യക്തികൾ, അപ്രോച്ചുകൾ, എത്തിക്കൽ ഡയലമാസ് പോലുള്ള കാര്യങ്ങൾ, അല്ലെ ചാലഞ്ചുകൾ, സ്കില്ലുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്താ പറയുക ഇമ്പോർട്ടൻസും ഡെഫിനിഷൻസും, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ മുഴുവൻ വരുന്നത് 2 പേപ്പറുകളും വളരെ കൃത്യമായിട്ട്. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി, ആശയങ്ങൾ മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾ തീർക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ? ഓക്കെ.
ഇനി ഇത് മാനേജറിയൽ തലത്തിലുള്ള അതിൻ്റെ ചില ഇൻട്രൊഡക്ഷനുകളും ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട് അങ്ങനെയുള്ള ചില ഭാഗങ്ങളുടെയും ഒരു ഉദാഹരണം നമ്മൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പഠിപ്പിച്ചു തരുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എന്താണ് കൊടുത്തത് ടൈം പീരീഡുകൾ, ക്യാരക്ടറിസ്റ്റിക്സ്, പ്രധാന ടേക്ക് അവേസ്, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും തന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ഈ ഭാഗം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഓൾറെഡി അറിയുന്ന, നമ്മൾ പ്രിലിംസിന് വേണ്ടി പഠിച്ചിട്ടുള്ള ഭാഗം തന്നെയാണ്. അതിൽ മോഡ്യൂൾ 3 കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നത്. സൈലിയൻ ഫീച്ചേഴ്സ് മുതൽ നമ്മുടെ ജുഡീഷ്യറി വരെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആണ് വരുന്നത്. ഇതിൽ കുറേ സ്ഥലം, അതായത് ടൈപ്പ് ഓഫ് അമെൻമെന്റ്സ്, അതിന്റെ പ്രൊസീജിയർ, നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള 2-2.5 മണിക്കൂർ ക്ലാസ് ഓൾറെഡി ഒരെണ്ണം സിംഗിൾ ക്ലാസ് ആയിട്ട് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഈ എന്താ പറയുക, അമെൻമെന്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, പിന്നെ ടൈപ്സ് ഓഫ് എമർജൻസി, ഗ്രൗണ്ട്സ് ഓഫ് എമർജൻസി, അല്ലെ, അതിന്റെ ഡ്യൂറേഷൻ, എഫക്റ്റുകൾ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ തന്നെ. അത് എന്ത് ചെയ്യാം, ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ മീനിങ്ങും പ്രൊസീജിയർ ലിമിറ്റേഷൻസും ഓൾഡ് ക്ലാസ് നിങ്ങൾക്ക് കോഴ്സിൽ അവൈലബിൾ ആണ്. ന്യൂ ക്ലാസ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഈ ഇതിൽ വരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആണ്. ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ മാറുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ എമർജൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് എമർജൻസി ഇവിടെ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് ഏതെന്ന് പറയുന്നത് 74th അമെൻമെന്റ്, 73rd അമെൻമെന്റ്, അല്ലെ, അതായത് പഞ്ചായത്ത് രാജും അതുപോലെ തന്നെ അർബൻ ലോക്കൽ ബോഡീസും റൂറൽ ലോക്കൽ ബോഡീസും, അതായത് പഞ്ചായത്ത് രാജ്, ലോക്കൽ ഗവൺമെന്റിന്റെ സിസ്റ്റം കംപ്ലീറ്റ്ലി. ഇനി ഇവിടെ നോക്കിക്കേ, ഡോക്ട്രിൻ ഓഫ് പ്ലഷർ, ഈ അടുത്ത് ഏറ്റവും അധികം ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെന്ന് പറയുന്നത്, ഗവർണർക്ക് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്തോ, ഗവർണറുടെ പ്രീതി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് പുതിയ ഉദാഹരണങ്ങൾ നോക്കിക്കൊണ്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ യൂണിയൻ സ്റ്റേറ്റ് റിലേഷൻസ്, അത് ലെജിസ്ലേറ്റീവ് നിയമനിർമ്മാണത്തിൽ എങ്ങനെയാണ്, അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ, എക്സിക്യൂട്ടീവ് തലത്തിലുള്ള റിലേഷൻസ് എങ്ങനെയാണ്, ഇതിന്റെ കോർഡിനേഷൻ, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാം അല്ലെ, സ്റ്റേറ്റുകൾ മറ്റിപ്പോൾ നീതി ആയോഗ് പോലുള്ള എന്താ പറയുക കാര്യങ്ങളുണ്ട്, പ്ലാനിംഗ് കമ്മീഷൻ മുമ്പ് ഉണ്ടായിരുന്നു അല്ലെ, സ്റ്റേറ്റ് കൗൺസിലുകളുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇനി ഫൈനാൻഷ്യൽ റിലേഷൻസ്, കേന്ദ്രത്തിനെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫൈനാൻസ് കമ്മീഷനുകളാകട്ടെ, മറ്റ് എന്താ പറയുക ബന്ധങ്ങളാകട്ടെ, ഫൈനാൻഷ്യൽ റിലേഷൻസ് എങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടെ കാണുന്നതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യങ്ങൾ ഓർക്കുക. പിന്നെ ദർ ആർ സർട്ടൻ സർവീസസ് അണ്ടർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, അല്ലെ, ഓൾ ഇന്ത്യ സർവീസുകളുണ്ട് അല്ലെ, IAS, IPS, അതുപോലെ തന്നെ IFOS പോലെയുള്ള ഓൾ ഇന്ത്യ സർവീസ്, രണ്ടുപേർക്കും പ്രൊബേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള സർവീസുകളുണ്ട്, അല്ലാണ്ട് ഉള്ള സർവീസുകളുണ്ട്. ഇത്തരം സർവീസുകളെ കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഇതാണ് പൊളിറ്റിയുടെ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. പിന്നെ കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ് ആണ്, ഇത് അതുലാണ് നിങ്ങൾക്ക് എടുത്തത്. പബാഡിന്റെ ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് കേശുവാണ് എടുത്തു തരുന്നത്, ശിവകേശവ്. കേരള മോഡൽ എക്കണോമി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതുലാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. ഇവിടെ കേരള എക്കണോമി, നമ്മൾ ഇത് രണ്ടും നിങ്ങൾക്ക് ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഭാഗങ്ങളായിരിക്കും അല്ലെ. അപ്പോൾ കേരള എക്കണോമി സിൻസ് ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇത് കുറച്ച് ഡേറ്റ ഓറിയന്റഡ് ആയിരിക്കും, അത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എക്കണോമി, നമ്മുടെ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് മുതൽ എങ്ങനെയാണ് നമ്മുടെ എക്കണോമി വളർന്നിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, നമ്മൾ കേന്ദ്ര തലത്തിൽ പഠിക്കുന്ന പോലെ തന്നെ സ്റ്റേറ്റിന്റെ ഗ്രോസ് GDP എന്താ പറയുക കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ കേരളത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയായിരുന്നു എന്ന ഡീറ്റെയിൽസ്, പെർ ക്യാപിറ്റ ഇൻകം ഏത് രീതിയിൽ ചേഞ്ച് ആയി എന്നുള്ളത്, അതിൻ്റെ ഓരോ കാലഘട്ടങ്ങളുണ്ട് അല്ലെ, ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലാണ് മാറുന്നത്. റിസോഴ്സ് മൊബിലൈസേഷൻ നമ്മൾ ഏതൊക്കെ രീതിയിൽ നടത്തുന്നു, ഈ ക്ലാസ്സുകൾക്ക് ഓൾറെഡി എന്താണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, ഈ ക്ലാസ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ എങ്ങനെ, നമുക്ക് ഏതൊക്കെയാണ് ടാക്സ് റവന്യൂ വരുന്നത്, നോൺ ടാക്സ് റവന്യൂ ഏതൊക്കെയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നുള്ളത് ഏതാ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, നമ്മളുടെ എക്സ്പെൻഡിച്ചർ അങ്ങോട്ട് പോകുന്നുണ്ട് അല്ലെ. പിന്നെ നെക്സ്റ്റ് ഏതാണ്, LSGAയിൽ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, പോളിസീസ്, ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. അപ്പോൾ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. സൊസൈറ്റൽ ഡെവലപ്മെന്റ് ആണോ, എക്കണോമിക് മാത്രമാണോ, ഫൈനാൻഷ്യൽ മാത്രമാണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നോക്കുന്നതായിരിക്കും. പിന്നെ അഗ്രികൾച്ചർ തലത്തിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്രോപ്പുകൾ ഏതെല്ലാമാണ്, അതിൻ്റെ ലാൻഡ് യൂസ് പാറ്റേൺ ഏത് രീതിയിലാണ് പോകുന്നത്, ലാൻഡ് റിഫോമുകൾ നമ്മുടെ ഇവിടെ എങ്ങനെയൊക്കെ സംഭവിച്ചു അല്ലെ, ഓരോ പല പല ഘട്ടങ്ങളായിട്ടാണ് സംഭവിക്കുന്നത്. ഫുഡ് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ സ്കീമുകൾ ഉണ്ടാകാം ഇവിടെ, ഇൻഡസ്ട്രികൾ, MSMEകൾ, അതായത് ഒരു എക്കണോമിക്കൽ ജോഗ്രഫി എന്നുള്ള തലത്തിൽ എന്താണ് ഈ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എനർജി സെക്ടർ എവിടെ, ഇൻഫ്രാസ്ട്രക്ചർ, സർവീസ് സെക്ടർ, ഹെൽത്ത്, അതായത് നമ്മുടെ എല്ലാ സെക്ടറുകളും, നമ്മളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടറുകളെല്ലാം, മൈഗ്രേഷൻ എന്താ പറയുക അനാലിസിസ്, ടൂറിസത്തിന്റെ റിലേറ്റഡ് കാര്യങ്ങൾ, എഡ്യൂക്കേഷനും ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും. അപ്പോൾ എല്ലാ സെക്ടറുകളും, എക്കണോമിക്കൽ സെക്ടറുകളും നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ നോക്കുകയാണ്. പിന്നെ 6th മോഡ്യൂൾ കേരള മോഡൽ ഡെവലപ്മെന്റ് ആണ്. എന്താണ്, കേരള മോഡൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ കേരള മോഡൽ ഡെവലപ്മെന്റ് അതിലും കുറച്ച് തിയറിറ്റിക്കൽ ഭാഗങ്ങൾ ഉണ്ടാകാം,
കാരണം എന്താണ്, നമ്മൾ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ കേരള മോഡൽ ഡെവലപ്മെന്റ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നത് അല്ലെ. ആരോഗ്യ മേഖലയാകട്ടെ, വിദ്യാഭ്യാസ മേഖലയാകട്ടെ അല്ലെ, ഇതെല്ലാവരുടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റ്, ഒരു ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ എപ്പോഴും അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു അല്ലെ, അതിന്റെ എന്തുകൊണ്ട് കേരള മോഡൽ ഡെവലപ്മെന്റ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് അല്ലെ, ഇതൊക്കെ തിയറിറ്റിക്കലായിട്ട് വരാം, മനസ്സിലാവുന്നുണ്ട്. സിഗ്നിഫിക്കൻസ് തിയറിറ്റിക്കലായിട്ട് വരാം. ഫീച്ചറുകൾ എന്തൊക്കെയാണ് അതിന്റെ പ്രധാന ഫീച്ചറുകൾ എന്തൊക്കെയാണ്, മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യം മനസ്സിലാക്കണം. ഇനി അതിന്റെ ഫീച്ചർ എന്തൊക്കെയുണ്ട്, അഡൽട്ട് ലിറ്ററസി അല്ലെ, വിദ്യാഭ്യാസം മുതൽ ഇമ്പോർട്ടന്റ് ആണ്. ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് വർദ്ധിച്ചതിൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി കുറച്ചത്, ബർത്ത് റേറ്റ് കൺട്രോൾ ആക്കിയത് അല്ലെ. ഇനി എന്തൊക്കെയാണ് ഇത് സക്സസ്ഫുൾ ആവാനുള്ള, അല്ലെങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള റീസൺസ്, എന്തൊക്കെ ചാലഞ്ചുകളാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്, നമ്മൾ നേരിടുന്നത്. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞൊരു വലിയ ചാലഞ്ച് ആണ്, അത് എങ്ങനെയാണ് നമ്മൾ നേരിടുന്നത്. പോവർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റാൻ നമ്മൾ എന്തൊക്കെ സ്കീം ഇറക്കുന്നു, അതിന്റെ നിലവിലെ കണക്കുകൾ എങ്ങനെയാണ്. ഇനീക്വാലിറ്റിയെ, ജെൻഡർ ഗ്യാപ്പിനെ, ഏജിങ് പോപ്പുലേഷനെ അല്ലെ, നമ്മൾ ഒരു കേരളം ബാക്കിയുള്ളവരെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഏജിങ് പോപ്പുലേഷൻ നമുക്ക് എന്തുണ്ട്, കാരണം എന്തുകൂടിയാണ്, ഉയർന്ന രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണമുണ്ട്, അതുകൊണ്ട് ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകുന്നില്ല, നല്ലപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സസ്റ്റൈൻഡ് ആയിട്ട് അവർ ജീവിക്കുന്നുണ്ട്. ഇനി വിമൺ എംപവർമെന്റ് പ്രോഗ്രാമുകൾ എന്തൊക്കെ, നോളജ് എക്കോണമി, നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു നോളജ് എക്കോണമി നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എന്തെല്ലാമാണ്. ബ്രെയിൻ ഡ്രെയിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇവിടെ എന്താണ്, സ്റ്റാർട്ടപ്പുകളും ബ്രെയിൻ ഗെയിനും. നമുക്ക് സ്റ്റാർട്ടപ്പുകളിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച്, നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് സ്റ്റാർട്ടപ്പുകളിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് എന്താ പറയുക വരുന്ന ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നും ഏതാണ്, നമ്മൾ തന്നെയാണ്. സ്റ്റാർട്ടപ്പുകളിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാണ് ഉണ്ടായിട്ടുള്ളത്, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്തരത്തിലുള്ള എന്താ പറയുക പ്രധാനപ്പെട്ട പോയിന്റുകൾ, അതിന് സ്റ്റാർട്ടപ്പ് മിഷനുകൾ എന്തൊക്കെ നമ്മൾ നടത്തി, ഇതൊക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ കേരള റിലേറ്റഡ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് 30 മാർക്കിന് എന്തുണ്ട്, കേരള എക്കണോമിയെ കുറിച്ചും കേരള മോഡൽ ഡെവലപ്മെന്റിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ അല്ലേ, ആ ഭാഗവും ക്ലിയർ ആയല്ലോ. ഇനി മൊഡ്യൂൾ 7 എൻവയോൺമെന്റ് ആണ്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ പേർക്ക് ഓൾറെഡി അറിയുമായിരിക്കാം. നോക്കൂ, നമുക്ക് എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി നോക്കുന്ന സമയത്ത്, എക്കോസിസ്റ്റം നമ്മൾ കൺസെപ്റ്റ് ഓഫ് എക്കോസിസ്റ്റം നോക്കുന്ന സമയത്ത് നമുക്കറിയാം അല്ലെ, അതിൽ ഒരു ഇൻഡിവിജ്വൽ മുതൽ സ്പീഷീസ് അല്ലെ, അങ്ങനെ പോയിട്ട് എന്നിട്ട് ബയോം വരേക്ക് നമുക്ക് പോകുന്ന രീതി അറിയാം. ഇനി അതിൽ എനർജി ഫ്ലോ റിലേറ്റഡ് ആയിട്ടുള്ള, എക്കോസിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഉണ്ട്, ഇതൊക്കെ നമ്മളവിടെ പഠിക്കും. ഇനി ബയോഡൈവേഴ്സിറ്റി നോക്കുന്ന സമയത്ത് എന്താണ്, ഫോറസ്റ്റ്, ഡെസേർട്ട്, അക്വാട്ടിക് എക്കോസിസ്റ്റങ്ങൾ പലതായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലി നോക്കാനായിട്ട് പോകുന്നത് മോസ്റ്റ്ലി ഈ ഭാഗത്ത് ഫോറസ്റ്റുകളുടെ ടൈപ്പുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഡെസേർട്ട്, അക്വാട്ടിക് സിസ്റ്റം, ഇവിടെ ഓരോ സ്ഥലങ്ങളിലും കാണപ്പെടാൻ സാധ്യതയുള്ള ജീവികൾ, എന്താ പറയുക, അതുപോലെ തന്നെ വൃക്ഷങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ബയോഡൈവേഴ്സിറ്റി റിലേറ്റഡുള്ള ഭാഗങ്ങൾ നമ്മളൊന്ന് നോക്കുന്നതായിരിക്കും. ഇനി റിവേഴ്സ് ഓഫ് കേരള, കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ട്, അത് വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, എയർ പൊല്യൂഷൻ ഉണ്ട്, സോയിൽ പൊല്യൂഷൻ. ഇത് 3 നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി കണ്ടാമിനൻസ് വരുന്നുണ്ട്. എന്താണ് കണ്ടാമിനൻസ് വരുന്നുണ്ട് അല്ലെ. ഈ കണ്ടാമിനൻസ് കാരണം എന്താണ്, പെസ്റ്റിസൈഡ്സ് ആകാം, മെറ്റൽസ് ആകാം, ഗേഷ്യസ് പൊല്യൂട്ടൻസ് ആകാം, ഇവയെല്ലാം എന്താണ്, കണ്ടാമിനൻസ് ആണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ. ഇനി എൻവയോൺമെന്റൽ മൂവ്മെന്റുകൾ ഉണ്ട്. ഏതാണ്, എൻവയോൺമെന്റൽ മൂവ്മെന്റുകൾ ധാരാളമായിട്ട് നമ്മളിവിടെ നടത്തുന്നുണ്ട് അല്ലെ. അത് നർമ്മദ ബച്ചാവോ ആന്തോളനാണെങ്കിലും, അതുപോലെ തന്നെ ചിപ്കോ പ്രസ്ഥാനമാണ് എന്നുണ്ടെങ്കിലും, പിന്നീട് ഇങ്ങോട്ട് നമ്മുടെ അതിരപ്പള്ളി സംരക്ഷണം, സൈലന്റ് വാലി സംരക്ഷണം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം എൻവയോൺമെന്റൽ മൂവ്മെന്റുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ഓർഗനൈസേഷൻസ് ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, അത് കുറച്ചൊന്നും അല്ല, കുറച്ചധികമുണ്ട്. ഒരുപാട് പ്രോട്ടോകോളുകൾ, ഒരുപാട് പ്രോട്ടോകോളുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ, ഒരുപാട് സംഘടനകൾ, മീറ്റിങ്ങുകൾ, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണണം. ഇനി വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ, നാഷണൽ പാർക്കുകൾ, ബയോസ്ഫിയർ റിസർവുകൾ ഇൻ കേരള, അതായത് നമ്മളുടെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, ചുരുക്കി പറയുകയാണെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. അതുപോലെ തന്നെ ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് പലതുമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ് ആണെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന എന്താ പറയുക ഗ്യാസുകൾ ഏതെല്ലാമാണ് എന്ന് ചോദിക്കാം അല്ലെ. ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ജലം ഉൾപ്പെടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചർച്ച ചെയ്യാം. അതിന്റെ എഫക്ട്, ഇപ്പൊ ഇപ്രാവശ്യത്തെ സെക്കൻഡ് റൗണ്ട് ഡിഗ്രി ലെവൽ എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള സാധനമായിരുന്നു മീഥെയിനേക്കാളും അല്ലെ, മീഥെയിനേക്കാളും കൂടുതലായിട്ട് ഗ്രീൻ ഹൗസ് പൊട്ടൻഷ്യലുള്ള ഗ്യാസുകൾ ഏതൊക്കെ, അതിൽ നൈട്രസ് ഓക്സൈഡ് വരുന്നുണ്ട് അല്ലെ, അതുപോലെ ക്ലോറോ ഫ്ലോറോ കാർബണുകളുടെ ചില സാധനങ്ങൾ അവർ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ചെന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പക്ഷേ പൊട്ടൻഷ്യൽ താഴെയാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ എന്താണ് ഗ്ലോബൽ വാർമിംഗ് റിലേറ്റഡ് ഇത്തരം ചോദ്യങ്ങൾ വരാം. ഓസോൺ ഡിപ്ലീഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റൽ പ്രൊജക്ടുകൾ. അപ്പം എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്താണ്, അത് എങ്ങനെ ചെയ്യണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിയറിയാണ് നമ്മൾ പഠിക്കും. എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ് എന്താണ് എന്നുള്ളത്, ഗ്രീൻ ഓഡിറ്റിംഗ് എന്താണെന്നുള്ളത്, എൻവയോൺമെന്റൽ ലോസ് പ്രധാനമായിട്ടുള്ള നമുക്കറിയാം അല്ലെ.
വാട്ടർ ആക്ട് ഉണ്ട്. ഈ പൊല്യൂഷൻ ഒക്കെ നോക്കിയാൽ അതിൻ്റെയൊക്കെ ആക്ടുകൾ എന്തുണ്ട് നമുക്കിവിടെ എന്താണ് അവൈലബിൾ ആയിട്ടുണ്ട്. വാട്ടർ ആക്ട് ഉണ്ട്, എയർ ആക്ട് ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കുന്നത് ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെ 7th മോഡ്യൂൾ കഴിയും. പിന്നെ ഇതെന്ന് പറയുന്നത് ജനറലി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. മോഡ്യൂൾ 8 എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. അത് നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്ററുകളുണ്ട്, ആന്ത്രോപോജനറ്റിക് ആയിട്ടുള്ള മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസാസ്റ്ററുകളുണ്ട്. ഇതിന്റെ വ്യത്യാസങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, ജനറൽ ആയിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ, ഇതിന്റെ മിറ്റിഗേഷൻ പ്രോസസ്സുകൾ, അതായത് ഇത് തിയറട്ടിക്കൽ കാര്യങ്ങളാണ്, സ്ട്രക്ചറൽ നോൺ സ്ട്രക്ചറൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കുന്നതായിരിക്കും. പിന്നെ മിറ്റിഗേഷൻ ഗോളുകൾ എന്തെല്ലാമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, പ്രിപ്പയർഡ്നെസ് എങ്ങനെ നമ്മൾ തയ്യാറായിരിക്കണം, പ്ലാനിങ്ങും ട്രെയിനിങ്ങും എന്താ പറയുക എക്സസൈസുകൾ, അവയർനെസ് പ്രോഗ്രാമുകൾ പബ്ലിക്കിന് കൊടുക്കുക, ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള എക്സസൈസുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ വരും. ഇനി റെസ്പോൺസ്, അപ്പോൾ ഇത് ഓരോന്നും ഓരോ സ്റ്റെപ്പാണ്, മനസ്സിലാവുന്നുണ്ടോ? പ്രിപ്പയർഡ്നെസ് ഒന്നാണ്, റെസ്പോൺസ് മറ്റൊന്നാണ്, പിന്നെന്താണ് റിക്കവറി. ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, റിക്കവറിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അത് റീഹാബിലിറ്റേഷൻ നടത്തേണ്ടി വരും അല്ലെ. ദുരന്തം സംഭവിച്ചാൽ റീഹാബിലിറ്റ് ചെയ്യേണ്ടി വരും, കുറെ കെട്ടിടങ്ങൾ റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി എന്തൊക്കെ ഡാമേജ് ഉണ്ടായെന്ന് അസസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇനി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും അല്ലെ. മിറ്റിഗേഷൻ പ്രോസസ്സിൽ എന്താണ് സ്ട്രക്ചറൽ നോൺ സ്ട്രക്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരും അല്ലെ. ഇനി നോക്കൂ, നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസികളുണ്ട്, അവ ഏത് വർഷം ഉണ്ടായി, അവയുടെ പ്രധാന പ്രവർത്തികൾ എന്തൊക്കെയാണ് അല്ലെ, അവയുടെ അപ്പോയിന്റ്മെന്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ ഇവിടെ നോക്കേണ്ടി വരും. ഇനി ഇന്റർനാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം എന്തൊക്കെയാണ്, ഇന്റർനാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ലോസ് ഏതെല്ലാമാണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിനെ കുറിച്ച്, അത് നാഷണൽ ഡിസാസ്റ്റർ എന്താ പറയുക ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉണ്ട്, സ്റ്റേറ്റിലും അതേപോലെയുണ്ട്, മനസ്സിലാവുണ്ടോ? സ്റ്റേറ്റ് എന്താ പറയുക, സ്റ്റേറ്റിലും ഇതേ അതോറിറ്റികൾ, അത് ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താ പറയുക ആക്ടിലൂടെയാണ് ഏതൊക്കെ വന്നിട്ടുള്ളത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് വരുന്നുണ്ട്, സ്റ്റേറ്റിന് ഇതേപോലെ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പോൾ ഇതൊരു 3 tier ആയിട്ട് എന്താണ്, സ്റ്റേറ്റ് നാഷണൽ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ഡിസ്ട്രിക്ട് തലത്തിലും ഇങ്ങനെ 3 tier ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പറഞ്ഞില്ലേ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 3 തലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, 3 തലങ്ങളുണ്ട്. ഈ 3 തലങ്ങളിലും ഓരോ ഹെഡുകളുണ്ട്, ഓരോ എന്താ പറയുക ഈ അതോറിറ്റിയിൽ അംഗങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളിവിടെ പഠിക്കേണ്ടതായിട്ട് വരും, മനസ്സിലാവുന്നുണ്ടോ? സോ മോഡ്യൂൾ 8 ഈ രീതിയിലാണ് നമ്മൾ പഠിച്ചു തീർക്കാനായിട്ട് പോകുന്നത്. ഇനി മോഡ്യൂൾ 9 പോവുകയാണെങ്കിൽ ഇ ഗവേണൻസ്. ഇത് ഞാൻ അഗെയിൻ പറയട്ടെ, ഇത് ചില കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കുറേ കാര്യങ്ങൾ ഏത് രീതിയിൽ വരുന്നുണ്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എക്സ്പേർട്ട് സിസ്റ്റം, ഇതൊക്കെ നമ്മൾ LSGI പരീക്ഷയിൽ പഠിപ്പിച്ച അതേപോലെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പഠിപ്പിച്ച തിയറി എന്തോ അത് അങ്ങനെ എടുത്ത് ഇതിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ LSGIയിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ കോഴ്സിലേക്ക് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. ആ ക്ലാസ് നമ്മൾ പിന്നെ വെറുതെ, കാരണം അത്രയും സക്സസ്ഫുൾ ആയിട്ട് ഈ ഭാഗങ്ങളെ മുഴുവൻ കവർ ചെയ്തൊരു കോഴ്സ് നമ്മൾ വെറുതെ പാഴാക്കി കളയേണ്ട ആവശ്യമില്ല, വെറുതെ കാണിക്കാൻ വേണ്ടി കളയേണ്ട ആവശ്യമില്ലല്ലോ. അത് നിങ്ങൾക്ക് അതുപോലെ തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ 10 മാർക്കിൽ നിന്ന് ധാരാളം മാർക്കുകൾ നിങ്ങൾക്ക് ആ കോഴ്സിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള ഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ഭാഗങ്ങളും കൂടി തറോ ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് തരുന്നതായിരിക്കും. അപ്പം ഈ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നിങ്ങൾക്ക് ഈ കോഴ്സ് എടുത്തു തരാൻ പോകുന്നത്. അപ്പോൾ പഠിക്കേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയെന്ന് ഒന്നിരുന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പഠിക്കാനുണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗങ്ങൾ, കേരള എക്കണോമി, കേരള മോഡൽ ഡെവലപ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലെ, എൻവയോൺമെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇ ഗവേണൻസ്, ഇത്രയും ഭാഗങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ട തിയറി പോർഷൻസ്, ഈ മാനേജ്മെന്റ്, ഈ എക്സ്പേർട്ട് സിസ്റ്റങ്ങളിലെ ഇത്രയും ഭാഗം വളരെ തിയറി ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഗവൺമെന്റിൻ്റെതായിട്ടുള്ള സ്റ്റെപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട് കാണാൻ പറ്റും. IT ആക്ട് നമ്മൾ വളരെ വിശദമായിട്ട്, സൈബർ ലോസ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളവിടെ പഠിക്കുന്നതായിരിക്കും. ഇങ്ങനെ എന്ത് ചെയ്യുക, ഈ ഭാഗം നമുക്ക് പഠിച്ച് തീർക്കാം. ഓക്കെ അല്ലേ? ഇനി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ കൃത്യമായിട്ട് തരുന്നതായിരിക്കും. സോഴ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സോഴ്സുകളും നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് വരുന്നത്. ഇനി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയട്ടെ, SCERT NCERT ഭാഗങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം, പക്കാണ്, അതിൽ ഒരു സംശയവുമില്ല. അതിനുശേഷം നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, IGNOU പോലെയുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഇവയിലെ എന്ത് ചെയ്യാം, ഇത്തരം ഭാഗങ്ങളൊന്ന് വായിക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി ആകട്ടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആകട്ടെ, ഇവരുടെയൊക്കെ ചില എന്താ പറയുക കോഴ്സുകളിൽ ഇത്തരത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആകട്ടെ, എൻവയോൺമെന്റ് ആകട്ടെ, പ്രത്യേകിച്ചും പബ്ലിക് എന്താ പറയുക നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് മോഡ്യൂൾ 1 മോഡ്യൂൾ 2ന്റെ ഭാഗങ്ങളാകട്ടെ, അവിടത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ചില ഭാഗങ്ങൾ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്.
സോ ഈ ഭാഗങ്ങളെല്ലാം കൂടി ചേർത്താണ് നമ്മൾ ക്ലാസ്സുകൾ തയ്യാറാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം കൂടി നിങ്ങൾക്ക് ഒരുമിച്ചൊരു സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സോഴ്സുകളെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് ശ്രമിക്കാം. നല്ല ഗൈഡുകൾ കിട്ടുകയാണെങ്കിൽ ആ ഗൈഡുകൾ നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ ഉപയോഗിച്ചോളൂ. പക്ഷേ ഒരു സിസ്റ്റമാറ്റിക്കായി കൃത്യമായി ക്രൊണോളജിക്കലായിട്ട് പഠിച്ചിട്ട് പോകാൻ നിങ്ങൾക്ക് കൃത്യമായ സ്റ്റഡി പ്ലാനിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ പോകെ ഒരു പകുതിയോളം പഠിച്ചെത്തിയാൽ അത് തീർന്നില്ല ഇത് തീർന്നില്ല ടെൻഷനിലേക്ക് നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. സോ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കായിട്ട് അതിന് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നതായിരിക്കും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് നമുക്ക് പഠനം ആരംഭിക്കാം. സോ ഇനി ഏതാണ്ട് 3 മാസമാണുള്ളത്. 3 മാസമുണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓക്കെ ഉണ്ടല്ലോ എന്ന രീതിയിൽ എടുക്കാതെ 3 മാസം എനിക്ക് അത്രയും സമയം കിട്ടി, അത്രയും സമയം കൊണ്ട് ഞാൻ നല്ല രീതിയിൽ പഠിച്ചെന്ത് ചെയ്യും, എക്സാം എഴുതും എന്നുള്ള ദൃഢനിശ്ചയം നിങ്ങൾ എടുക്കാൻ തയ്യാറാവുക. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അധ്വാനം നിങ്ങൾ തരാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള പഠന സാമഗ്രികൾ, സ്റ്റഡി പ്ലാൻ, അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ ഇതെല്ലാം തന്നുകൊണ്ട് അക്കാഡമിക്സ് PSC നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. താങ്ക് യു എവരിവൺ.